ഹായ് വെൽക്കം ടു ബിഗ് ലേണിംഗ്. നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ആറാമത്തെ സെഷനാണിത്. RRB NTPC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ നമ്മൾ ഓൾറെഡി ഹൺഡ്രഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനു മുമ്പ് ഒരുപാട് സെഷൻസ് ഇതേപോലെ നമ്മുടെ വരാനിരിക്കുന്ന റെയിൽവേ എക്സാംസിന് വേണ്ടിയുള്ളത് പോയി കഴിഞ്ഞു. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം, ഇത് RRB NTPCക്ക് മാത്രമല്ല, നമ്മുടെ റെയിൽവേയുടെ ഏതൊരു എക്സാമും, അതിപ്പോൾ RPF ആയിക്കോട്ടെ, കോൺസ്റ്റബിളും SIയും, അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ, ALP ടെക്നീഷ്യൻ JE, അങ്ങനെയുള്ള ഏത് എക്സാം എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെയൊക്കെ തന്നെ ഒരേ പാറ്റേണിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കൂടുതൽ ഈ വർഷം നമ്മൾ എക്സാം നടന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ അടുത്ത എക്സാംസ് നടക്കുമ്പോൾ അത് അടുത്ത ഒരു എക്സാമിലേക്ക് എടുത്ത് ചോദിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ അതേ ക്വസ്റ്റ്യൻസിനെ എടുത്തിട്ട് ചിലപ്പോൾ ALPയിൽ ചോദിക്കുന്നുണ്ട്. അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്വസ്റ്റ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് ചോദിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏതൊരു റെയിൽവേയുടെ എക്സാംസ് നോക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ റെയിൽവേയുടെ എല്ലാ എക്സാംസും, ഇപ്പം നിങ്ങൾ റെയിൽവേയുടെ ജൂനിയർ എഞ്ചിനീയർ എഴുതാത്ത ഒരാളാണ്, പക്ഷെ നിങ്ങൾ റെയിൽവേയുടെ ജൂനിയർ എഞ്ചിനീയറിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നോക്കിയിട്ട് പോവുക. അതുകൊണ്ട് അതേ ക്വസ്റ്റ്യൻസ് ഇപ്പം നിങ്ങൾക്കറിയാം, JE നോക്കുന്നവർ മാത്രമേ JEയുടെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരിക്കത്തുള്ളൂ. പക്ഷെ അതേ ക്വസ്റ്റ്യൻസിനെ എടുത്ത് എവിടെ ചോദിക്കുന്നുണ്ട്, ചിലപ്പോൾ ഗ്രൂപ്പ് ഡിയിൽ ചോദിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഡി നോക്കുന്ന ആൾ ഒരിക്കലും പോയിട്ട് എന്ത് നോക്കത്തില്ലായിരിക്കും, ഒരു JEയുടെ എക്സാം നോക്കാൻ സാധ്യത വളരെ കുറവ്, വളരെ കുറച്ച് പേര് അങ്ങനെ നോക്കാൻ സാധ്യതയുള്ളൂ. പക്ഷെ അവിടുത്തെ ക്വസ്റ്റ്യൻ എടുത്ത് ഇവിടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസിനെ ഷഫിൾ ചെയ്ത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെയിൽവേ എക്സാം നോക്കുന്ന ഒരാളാണെങ്കിലും ഏതൊരു എക്സാം പഠിക്കുന്ന ഒരാളാണെങ്കിലും ഡെഫിനറ്റ്ലി സെഷൻസിൽ പോകുന്ന ക്വസ്റ്റൻസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി റെയിൽവേയുടെ ഏതൊരു എക്സാം, ALP ആയിക്കോട്ടെ, ഏതൊരു എക്സാം ആയിക്കോട്ടെ, ടെക്നിക്കൽ ആയിക്കോട്ടെ, നോൺ ടെക്നിക്കൽ ആയിക്കോട്ടെ, ഏത് എക്സാം നോക്കുന്നവരാണെങ്കിലും അവർക്ക് ഈ ഒരു സെഷൻസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതിന് മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനലിൽ ചെന്ന് അവിടുന്ന് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റൻസ് ഒക്കെ തന്നെ കാണാവുന്നതാണ്. അവിടുന്ന് ആ ക്വസ്റ്റൻസ് ഒക്കെ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് ഇനിയും അങ്ങോട്ട് ഈ സെഷൻസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ടിൽ നമ്മുടെ എക്സാം നടക്കുന്നവരെ. ബൈ ദാറ്റ് ടൈം നമ്മൾ അത്യാവശ്യം നല്ല നമ്പർ ഓഫ് ക്വസ്റ്റൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി നമ്മൾ ഹൺഡ്രഡ്സ് ഓഫ് ക്വസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിലും ഇതേപോലെ തന്നെ ഈ ക്വസ്റ്റൻസ് കവർ ചെയ്തുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സെഷൻസ് പോകുന്നത്. നമുക്ക് എക്സാമിന്റെ ഡേറ്റ്സ് ഇനി എപ്പം വേണമെങ്കിലും വരാം. നമുക്ക് SSCയുടെ ഒക്കെ ഡേറ്റ്സ് വരാനുണ്ടായിരുന്നു, അത് വന്നു. സോ ഇനി ഇപ്പം ബാക്കിയുള്ള റെയിൽവേയുടെ എക്സാംസ് ആണ് വരാനുള്ളത്. ആ ഒരു എക്സാംസിന്റെ ഡേറ്റ്സും എപ്പം വേണമെങ്കിലും നമുക്ക് വരാം. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി എക്സാം ഉടനെ തന്നെ കാണും എന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷൻ ഇല്ല. മേ ബി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ഈ ഡേറ്റ്സ് മേ ബി വന്നിട്ടും ഉണ്ടായിരിക്കാം. ഓക്കെ, മേ ബി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റൻസ് അതേപോലെ തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമുക്ക് ഡയറക്ട്ലി ഈ സെഷൻസിലെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നിങ്ങളും വളരെ പെട്ടെന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ആൻസേഴ്സിനെ എങ്ങനെ എടുക്കുന്നത്, അത് ഷോർട്ട് ആണോ, കൺവെൻഷണൽ മെത്തേഡിലാണോ എടുത്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ബെറ്റർ മെത്തേഡ്, ബെറ്റർ സ്റ്റെപ്സ്, വളരെയധികം സ്റ്റെപ്സ് കുറച്ചുകൊണ്ട് എടുക്കുന്നത്, ഓപ്ഷൻസ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നല്ലപോലെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡയറക്ട്ലി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റൻ ഈ സെഷനിൽ, ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് 5 digit which is exactly divisible by 468 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഒരു ലാർജസ്റ്റ് 5 digit നമ്പർ കണ്ടുപിടിക്കണം. പക്ഷെ അത് ഓപ്ഷനിൽ തന്നിട്ടുണ്ട് അവർ. ആ ഓപ്ഷനിൽ തന്നേക്കുന്ന അല്ലെങ്കിൽ ലാർജസ്റ്റ് 5 digit നമ്പർ, അത് നമുക്ക് ഏതിൽ എക്സാക്ട്ലി ഡിവിസിബിൾ ആയിരിക്കണം, 468 എക്സാക്ട്ലി ഡിവിസിബിൾ ആയിരിക്കണം. അപ്പോൾ 468 ഒരു നമ്പർ ഡിവിസിബിൾ ആകണം എങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ നമ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുക. ആ 468 ഏത് നമ്പറിൽ പോകും, ഉറപ്പായിട്ടും 2 പോകും. നമ്മുടെ ഡിവിസിബിലിറ്റി റൂൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും 2 പോകും, ബിക്കോസ് 8 തീർന്നേക്കുന്നത്. ഇനി നമ്മളെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ട്, 6 + 4 10, 10 + 8 18 വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 18 വരുന്നുണ്ടെങ്കിൽ ആ നമ്പർ ഉറപ്പായിട്ടും ഏതിലും പോകണം, നമ്മുടെ 3ലും പോകണം, അതുപോലെ 9ലും പോകണം. 18 കൂടി ആയതുകൊണ്ട് 9ലും പോകും. ഇനി 68 4ൽ പോകുന്നുണ്ടോ, 68 4ലും പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പായിട്ട് ഏതിലും പോകണം, 4ലും പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നെ അത് 8 വെച്ച് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, 8 വെച്ച് നമുക്ക് ഈ പറഞ്ഞ 80 പോകുന്നുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് തൽക്കാലം കുറച്ച് ചെറിയ നമ്പേഴ്സ് എടുക്കുക, ഓപ്ഷൻസ് ഒന്ന് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ഇത് വെച്ചുകൊണ്ട് ഓപ്ഷൻസ് ഒന്ന് എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക. എല്ലാ ഓപ്ഷന്റെ അവസാനത്തെ ഡിജിറ്റ് ഈവൻ നമ്പർ, അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പായിട്ട് ഏതിൽ പോകുന്നുണ്ട്, 2ൽ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 4ലൂടെ പോകുന്നു ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ 86 4ൽ പോകുന്നുണ്ടോ, 86 4ൽ പോകത്തില്ല. 84 ആണ്, 84 ആണ് 4ൽ പോകുന്നത്, 86 4ൽ പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ 4ൽ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ എന്താ പറയാ, നമ്മൾ ഈ ലാർജസ്റ്റ് 5 digit നമ്പർ എന്ന് പറഞ്ഞ നമ്പർ എന്തായിരിക്കണം, ഉറപ്പായിട്ടും അത് ഏതി പോകണം, 4ൽ പോകണം. ബിക്കോസ് നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന ലാർജസ്റ്റ് 5 digit നമ്പർ എന്തുകൂടിയാണ്, നമ്മുടെ ഈ നമ്പറിന്റെ ഒരു മൾട്ടിപ്പിൾ കൂടിയല്ലേ. ഈ നമ്പറിനെ എന്തോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അവർ പറയുന്ന ലാർജസ്റ്റ് ആ ഒരു 5 digit നമ്പർ, ലൈക്ക് ABCDE എന്ന് പറയുന്ന നമ്പർ അത് കിട്ടുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആ നമ്പർ ഏതിൽ പോകണം, 468 പോകും. ആ 468 പോകുന്ന ഒരു നമ്പറാണെങ്കിൽ അത് ഉറപ്പായിട്ട് ഏതിലും പോകണം, 4ലും പോകണം. പക്ഷേ ആദ്യത്തെ നമ്പർ ഏതിൽ പോകുന്നില്ല, 4ൽ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ഏതിലും പോകത്തില്ല, 468ലും പോകത്തില്ല.
മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇനി ബാക്കി 68 നമുക്ക് ഉറപ്പായിട്ടും പോകും. അവിടെ 68 84 പോവും, 64 പോവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ഓപ്ഷൻ എലിമിനേറ്റ് ആയി. പക്ഷേ ഇനിയും ഉണ്ട് 3 ഓപ്ഷൻ. പക്ഷേ ഈ 3 ഓപ്ഷൻ ഏതിൽ പോകുന്നുണ്ട്? 4 പോകുന്നുണ്ട്. ഇനി എല്ലാ ഓപ്ഷനും 9 പോകുന്നുണ്ടോ? നമുക്ക് അവിടെ നോക്കുമ്പോൾ എല്ലാ ഓപ്ഷനിലും ആദ്യത്തെ 2 ഡിജിറ്റ് 9 സോ അതെന്തായാലും 9 പോകും. പിന്നെ 468 എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് കാണാൻ പറ്റും ഓപ്ഷന്റെ ഈ ഇവിടെയുള്ള 468 അവിടെ ഓപ്ഷന്റെ എല്ലാ അവസാനത്തെ ഡിജിറ്റ് നോക്കിയേ 4 6 8 6 8 4 8 6 4 അതേ നമ്പേഴ്സിനാണ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി തന്നേക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതെല്ലാം 18 എന്ന് പറഞ്ഞാൽ അത് ഏതിലും പോകുന്നുണ്ട്, 9ലും പോകുന്നുണ്ട്. അതിന്റെ 9ൽ പോകുന്ന നമ്പർ ഏതിലും പോകും, 3ലും പോകും. അപ്പൊ നമുക്ക് ഓപ്ഷൻ വെച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോസിബിലിറ്റി വെച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓരോ ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പലപ്പോഴും നമുക്ക് ഇത് മതിയായിരിക്കും ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇത് കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻ. നമ്മൾ ഇതിന് മുമ്പ് ഇതേപോലെയൊക്കെ എടുത്തിട്ട് ഓപ്ഷൻ എല്ലാം എലിമിനേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. പക്ഷെ ഇവിടെ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മുമ്പിലോട്ട് പോകും തോറും ക്വസ്റ്റൻസിന്റെ ലെവലും കൂട്ടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് നല്ല നല്ല ക്വസ്റ്റൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നേരത്തെ സെഷൻ കണ്ടിട്ടുള്ളവർക്ക് അത് കുറച്ചുകൂടി ക്ലിയർ ഐഡിയ കിട്ടും. ഓക്കെ, എപ്പോഴാണ് ഇങ്ങനെ എടുക്കേണ്ടേ, ഇങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ അടുത്ത് എന്താ ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് നോക്കിയപ്പോൾ ഓരോ ഓപ്ഷൻ എലിമിനേറ്റ് ആയി. ഇനി 3 ഓപ്ഷൻ ഉണ്ട്. ഇനി വേറെ വഴി എന്താ ഉള്ളത്? ശരിക്കും ഇതിനെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ല. നമുക്ക് ആ ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാ? 99999. നമ്മൾ ഇതിനെ ശരിക്കും ആൻസർ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും ഇല്ല. നമ്മൾ ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്മൾ ഈ തന്നേക്കുന്ന 468 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്തിട്ടാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത്? ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് ഈസിയാണ്. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അതിന് പകരം നിങ്ങൾക്ക് അത് ചെയ്യാതെ എങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ചധികം സമയം എടുക്കും. അതിന് പകരം എങ്ങനെയൊക്കെ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് വെച്ച് ഓപ്ഷൻ എലിമിനേറ്റ് ആയി. പക്ഷേ ഇനി 3 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇനി ആൻസർ എടുക്കാം. ഇനി ആൻസർ എടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഓപ്ഷൻസ് എല്ലാം ഒന്നുകൂടി ചെക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഓപ്ഷന്റെ അവസാനത്തെ 3 ഡിജിറ്റ് ഒരുപാട് ചെറുതാണോ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരുപാട് ചെറുതാണോ ചെക്ക് ചെയ്ത് നോക്കുക എന്ന് പറയാൻ കാരണം, ചിലപ്പം ഒരുപാട് ചെറുതാണെങ്കിൽ അവിടെ വീണ്ടും ഒരു 468 കൂടി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആൻസർ ഏതും ആയിരിക്കത്തില്ല, നമുക്ക് ആ ഓപ്ഷനും വരത്തില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചത് നമുക്ക് ആ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കാം. ആ 99460. ഈ ക്വസ്റ്റൻസ് ഒക്കെ തന്നെയല്ല നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കുകയാണ് നമ്മൾ സ്കൂളിലെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷേ നമ്മൾ അതിനെ ചെയ്യേണ്ടത് ചെയ്ത് കണ്ടുപിടിക്കുകയല്ല, ഓപ്ഷൻസ് ഒക്കെ യൂസ് ചെയ്ത് വളരെ സ്മാർട്ട് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയാണ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ ഈ ഒരു ഐഡിയാസ് ഒക്കെ യൂസ് ചെയ്ത് പെട്ടെന്ന് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഈ സെക്കൻഡ് ഓപ്ഷനും പെട്ടെന്ന് എലിമിനേറ്റ് ആവും. എന്തുകൊണ്ടെന്ന് കാണിച്ചു തരാം. ഈ 99468 ഇതിൽ പോകുന്ന ഒരു നമ്പർ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഞാൻ വീണ്ടും ഒരു 468 അല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ 468 ഒന്നുകൂടി പ്ലസ് ചെയ്ത് കൊടുത്താൽ എനിക്ക് എന്ത് വരും? 8 8 കൂടി എനിക്ക് എടുക്കുമ്പോൾ 16 വരും. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ 6 6 12 + 1 3 വരും. ക്യാരി ഓവർ ചെയ്താൽ എനിക്ക് 9 വരും, 9 വരും. നോക്കിയേ, ഈ നമ്പർ പിന്നെയും നമ്മുടെ ഈ പറയുന്ന ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പറിന്റെ അടുത്തോട്ടല്ലേ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ തന്നേക്കുന്ന നമ്പറിൽ ഇനി എന്ത് പോകാൻ സാധ്യതയുണ്ട്? ഇതിപ്പോ 468 പോകുന്ന ഒരു നമ്പർ ആണെങ്കിൽ പോലും അതിനേക്കാളും വലിയ നമ്പർ 468 പോകും. ഓക്കെ, അവർ ചോദിക്കുന്നത് ഗ്രേറ്റസ്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ശരിക്കുള്ള ഒരു ആൻസർ ആണെങ്കിൽ പോലും ഇതൊരിക്കലും എന്തല്ല, ഗ്രേറ്റസ്റ്റ് അല്ല, ശരിക്കുള്ള നമ്പറിന്റെ ബാക്കിലുള്ള നമ്പർ ആയിരിക്കും. മനസ്സിലായല്ലേ? ഇപ്പൊ 468 പോകും നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ ഇപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്ന അനുസരിച്ച് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് പോകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് പോകുന്നു എന്ന് നമുക്കൊന്ന് വിചാരിക്കാം. പക്ഷെ പോകുന്നു എന്ന് വിചാരിക്കുന്നെങ്കിൽ അതിൽ ഒരു 468 കൂടി എടുക്കുമ്പോഴും പിന്നെയും ആ നമ്പർ നമ്മുടെ 6 ഡിജിറ്റ് നമ്പറിലേക്ക് പോകുന്നില്ലല്ലോ. അപ്പോഴും അത് അവിടെ തന്നെ നിൽക്കുന്നുള്ളൂ, 5 ഡിജിറ്റിലേക്കല്ലേ നിൽക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനേക്കാളും വലിയ നമ്പറും പോകുന്നില്ലേ? അതാണ് പോകുന്നെങ്കിൽ അതിനേക്കാളും വലിയ നമ്പറും പോകുന്നുണ്ട്. അപ്പൊ ഒരിക്കലും അത് ലാർജസ്റ്റ് ആണ് അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷനും അല്ല, രണ്ടാമത്തെ ഓപ്ഷനും അല്ല. അപ്പൊ നോക്കിയേ, അത് വെച്ചുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത്. ഇനി 2 എണ്ണം ഉണ്ട്. ഈ 2 എണ്ണം നല്ല പോസിബിൾ ആൻസർ. ബിക്കോസ് ഈ 2 നമ്പറിന്റെ കൂടെ 468 ആഡ് ചെയ്താൽ അത് ഈ പറഞ്ഞ 6 ഡിജിറ്റ് നമ്പറിലേക്ക് പോകും. 5 ഡിജിറ്റ് ക്രോസ് ചെയ്ത് പോകും. അപ്പൊ ഇത് രണ്ടിൽ ഏതോ ഒന്നാണ് ആൻസർ. ഇനി ആ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ നമ്പേഴ്സിനെ വേണമെങ്കിൽ എടുത്ത് ഈ പറയുന്ന നമ്പറിനെ എടുത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ 468 കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡ്യൂസിബിലിറ്റി റൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഡ്യൂസിബിലിറ്റി റൂൾ യൂസ് ചെയ്യാം. അതും ഒരു പോസിബിലിറ്റി ആണ്. വേറെ ഏതെങ്കിലും ഡ്യൂസിബിലിറ്റി റൂൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ചുമ്മാ ആഡ് ചെയ്ത് നോക്കിയോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ചെയ്യാം. ഇനി വേറൊരു ആഡ് ചെയ്ത് നോക്കുന്ന ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന മെത്തേഡ് മാത്രം മതിയായിരിക്കും ചിലപ്പോൾ ആൻസർ എടുക്കാൻ വേണ്ടി. ഇവർ ഈ 468 ഇത് പോകണമെന്ന് പറഞ്ഞേക്കുന്നത്. 468 പോകണമെങ്കിൽ ഞാൻ അതിനെ ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആ 468 2 0 കൂടി ഇട്ടാൽ ആ നമ്പർ 468 പോകുമല്ലോ. അവസാനം 2 0 ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ ഇരട്ടി എടുക്കുകയാണെങ്കിൽ, ഇതിനെ ഞാൻ ഡബിൾ ആക്കുവാണെങ്കിൽ എനിക്ക് എത്ര വരും? 0 0 936. 460 ഡബിൾ 936. അപ്പോൾ 936 അത് നമ്മുടെ ഈ ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പറിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട്. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഇതിന്റെ അടുത്തേക്ക്, അതായത് നമ്മുടെ ഈ 99999 അടുത്തേക്ക് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു 4680 കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 468 എന്ന് പറയുന്ന നമ്പർ ഏതിലും പോകും, 4680 പോകും. സോ ഇതുകൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ 0 വരും, ഇവിടെ 8 വരും, ഇവിടെ 2 വരും, ഇവിടെ എനിക്ക് 8 വരും,
വീണ്ടും എനിക്ക് ഇവിടെ 9 വരും. ഓക്കെ, അപ്പൊ അവിടെ കുറച്ചുകൂടി എന്തായി, നമുക്ക് ആ നമ്പറിന്റെ അടുത്തേക്ക് വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ അടുത്തേക്ക് വന്നു. ഇനി ഇതിൽ എന്തുകൂടി ചെയ്ത് നോക്കാം, നമുക്ക് ഈ 462 ഡബിൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ. ഇതിന്റെ ഡബിൾ ഇതാ കിടക്കുന്ന 936. അപ്പൊ അങ്ങനെ 936 കൂടി ഞാൻ എന്റെ കൂടെ ചുമ്മാ പെട്ടെന്ന് ചുമ്മാ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. 6 ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1, 8 + 3 1, പിന്നെ ഇത് എടുക്കുമ്പോഴത്തേന് നമുക്ക് അവിടെ 12, 2, 9. അപ്പൊ നോക്കിയാൽ കുറച്ചുകൂടി അടുത്തേക്ക് വന്നല്ലേ. ഇനി എനിക്ക് തോന്നുന്നു ഒരു വട്ടം കൂടി ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ഇതിന്റെ അകത്ത് എന്തായാലും 462 ഡബിൾ പോകത്തില്ല. ഈ 936 എന്തായാലും ഇതിൽ വരത്തില്ല. എന്നിട്ട് അത് വന്നു കഴിഞ്ഞാൽ എവിടെ പോകും, അത് 6 ഡിജിറ്റ് നമ്പർ ആയി പോകും. അപ്പൊ ഞാൻ ഇവിടെ 468 അങ്ങ് ആഡ് ചെയ്യുവാണെങ്കിൽ എനിക്ക് എത്ര വരും, എനിക്ക് ഇത് ആഡ് ചെയ്യുമ്പോഴത്തേന് ഇവിടെ 6, 12, 4 ക്യാരി ഓവർ 8, 84. അപ്പൊ അങ്ങനെ ഓപ്ഷൻ 84 തിരിഞ്ഞ ആൻസർ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നോക്കിയേ, ഇങ്ങനെ ചെയ്താലും മതി. നമുക്ക് ആ ഡിവിഷൻ ചെയ്യുന്നേക്കാളും എന്തുകൊണ്ടും എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ പ്ലസ് ചെയ്തെടുക്കുന്നത്. അപ്പൊ എങ്ങനെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യണം, എങ്ങനെ ഓപ്ഷന്റെ അവസാനത്തെ ഡിജിറ്റുകൾ നോക്കിക്കൊണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യണം, എങ്ങനെ അതിനെ ശരിക്കും ചെയ്യാതെ ആൻസർ എടുക്കണം, ആൻഡ് ശരിക്കും ചെയ്ത് ആൻസർ എടുക്കേണ്ടി എങ്ങനെ, ഓക്കെ, 4 കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുന്നത്, രണ്ടാമത്തെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ പലപ്പോഴും നമുക്ക് ഈ ആദ്യത്തെ 2 മെത്തേഡ്, ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുന്ന 2 മെത്തേഡ് മതിയായിരിക്കും എന്റെ ആൻസർ എടുക്കാൻ വേണ്ടി. പക്ഷേ നമ്മളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ്, അത്രയും ഡീപ്പായിട്ട് മനസ്സിലാൻ വേണ്ടിയാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം വളരെ പെട്ടെന്ന് നമുക്ക് അതിന്റെ ആൻസേഴ്സ് മാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഈ മൂന്നാമത്തെ മെത്തേഡ് മാത്രമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ലൈക്ക് മൂന്നാമത്തെ മെത്തേഡ് മാത്രമായിട്ട് ഉപയോഗിക്കാം. ആൻഡ് അതിന്റെ ശരിക്കും കൺവെൻഷണൽ മെത്തേഡ് ഇതാണ്. ഓക്കെ, കുത്തിയിരുന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി റിമൈൻഡർ എടുത്ത് അത് മൈനസ് ചെയ്ത്, അതാണ് ശരിക്കുള്ള മെത്തേഡ്. ഓക്കെ, നമ്മളിത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ നമ്പർ ഡിവൈഡ് ആയതിനു ശേഷം അവസാനം എന്ത് വരും, ഒരു റിമൈൻഡർ വരും. ആ റിമൈൻഡർ ആ നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുകയും ചെയ്യും, ആൻസർ കിട്ടുകയും ചെയ്യും. അതല്ല, നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം ഡിവിസിബിലിറ്റി റൂളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വലിയ നമ്പർ ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു മെത്തേഡാണ്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓപ്ഷൻ കൂടി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എലിമിനേറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് ആൻസർ വരും. പക്ഷെ അതിലേക്ക് പോകാത്തതിന്റെ കാരണം ഇവിടെ 864 8ലും പോകുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോൾ ഈ നമ്പർ 8 പോകുന്നുണ്ടെങ്കിൽ പോലും അത് എടുത്ത് അവിടെ ചെക്ക് ചെയ്യുന്നതിൽ കാര്യമില്ല, ബിക്കോസ് ആ നമ്പർ 8 പോകുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ 16 അങ്ങനെയുള്ള നമ്പേഴ്സിലേക്ക് പോകണം. പക്ഷെ അത് കുറച്ചുകൂടി സമയം വേസ്റ്റ് ആയി പോകും. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ ആൻസേഴ്സ് എടുക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ഓപ്ഷൻ അല്ല, നമ്മുടെ തേർഡ് ഓപ്ഷൻ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റൻ ഒരു ഡെഫിനേഷൻ പോലത്തെ ഒരു ക്വസ്റ്റൻ ആണ്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ പോലത്തെ ക്വസ്റ്റൻ ആണ്. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇഫ് ദ ഡിനോമിനേറ്റർ ഓഫ് എ റാഷണൽ നമ്പർ ഈസ് ഓഫ് ദി ഫോം 2n 5m, where n and m are non-negative integers, then what will be the decimal expansion of the number? ഓപ്ഷൻ തന്നിരിക്കുന്നത് നോൺ ടെർമിനേറ്റിംഗ്, നോൺ റെക്കറിംഗ്, നോൺ ടെർമിനേറ്റിംഗ് ബട്ട് റെക്കറിംഗ്, ടെർമിനേറ്റിംഗ് cannot be determined. അപ്പോൾ നമുക്ക് ഒന്ന് ഇവിടെ തന്നേക്കുന്നത് 2, 5 ആണ് തന്നേക്കുന്നത്. ഓക്കെ, ഈ 5 ആണ് തന്നേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇഫ് ദ ഡിനോമിനേറ്റർ ഓഫ് എ റാഷണൽ നമ്പർ, റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു p/q ഫോം. ആ p/q ഫോമില് നമുക്കറിയാം ആ q എന്ന് പറയുന്നതാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ആ q എന്ന് പറയുന്നത് നമ്മളുടെ ഈ പറഞ്ഞ 2n 5m എന്ന് പറയുന്ന നമ്പർ ആണെങ്കിൽ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ ഇതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ആൻഡ് ആ എന്നും എമ്മും നോൺ നെഗറ്റീവ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 0 വരാം, പക്ഷെ നമുക്ക് അത് എന്ത് വരാൻ പാടില്ല, ഒരു നെഗറ്റീവ് നമ്പർ വരാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ 0 വന്നാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ 2/0 അത് 1 ആണ്, 5/0 അതും 1 ആണ്. 1 × 1 ഡിനോമിനേറ്ററിൽ എന്ത് വരാം, 1 വരാം. നമുക്കറിയാം നമ്മൾ അവിടെ ഡിനോമിനേറ്ററിൽ എന്ത് വരാൻ പാടില്ല, 0 വരാൻ പാടില്ല. ഡിനോമിനേറ്ററിൽ എന്ത് വരാം, 1 വരാം. അപ്പൊ അങ്ങനെ ആണെങ്കിൽ, അങ്ങനെയുള്ള നമ്പർ ആണെങ്കിൽ അവർ ചോദിക്കുന്നത് ഇതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ, ലൈക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എങ്ങനെ ആയിരിക്കും ഇരിക്കാൻ പോകുന്നത്, ഈ താഴെ കൊടുത്തേക്കുന്ന പോലാണ് ഏത് പോലെ ആയിരിക്കും ഇരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, നമുക്കിപ്പോൾ ഒരു നമ്പർ എന്തെങ്കിലും മേളിലൊരു നമ്പർ വരുവാന്ന് വിചാരിച്ചു. ഒരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ ഇപ്പൊ മേളിൽ 7 എടുക്കാം. ഓക്കെ, നമ്മൾ ഈ 7നെ ഇപ്പൊ 2/1, ഇപ്പൊ 2 ഓക്കെ എന്നും എം എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ രണ്ടും ഒരേ നമ്പർ ഇടുന്നത് ശരിയല്ല. രണ്ടും ഒരേ നമ്പർ വരാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ രണ്ടും വേറെ വേറെ നമ്പർ ഇടാം. ഇപ്പൊ ഒരേ നമ്പർ വേണമെങ്കിൽ ഇട്ട് നോക്കാം. 2/1ഉം ഞാൻ ഇവിടെ 5/1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 × 5 എന്ന് വരും. 2 × 5 എന്ന് പറഞ്ഞാൽ 10 എന്ന് വരും. അപ്പൊ അങ്ങനെയാണ് ഈ 7/10 നമുക്ക് എന്ത് വരത്തുള്ളൂ, 0.7 വരത്തുള്ളൂ. അപ്പൊ ടെർമിനേറ്റിംഗ് ഡെസിമൽ അല്ലേ വന്നത്, നോൺ ടെർമിനേറ്റിംഗ് പോയിക്കൊണ്ടിരിക്കുന്ന ഡെസിമൽ ആണോ, അല്ല. റക്കർ ആവുന്നുണ്ടോ, ഇല്ല. നോൺ റക്കറിംഗ് ആണോ, അതും നമുക്ക് ഈ പറയുന്ന പോലെ എന്താ പറയാ, അങ്ങനെ റക്കറിംഗിന്റെ ഒരു കൺസെപ്റ്റ് അവിടെ വരുന്നേ ഇല്ല. ഓക്കെ അല്ലേ. ഇനി ഞാൻ ഈ പറയുന്ന പോലെ 7 ഇപ്പൊ 2/4ഉം 2/2 വലിയ നമ്പറിൽ പോകണ്ട, 2/2ഉം 5/1 എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ 7/20 എന്നല്ലേ വരത്തുള്ളൂ. 7/20 എന്ന് വന്നാലും എനിക്ക് എത്ര വരത്തുള്ളൂ, 0.35 എന്നല്ലേ വരത്തുള്ളൂ. അപ്പോഴും ആ ഡെസിമൽ എന്താണ്, ടെർമിനേറ്റ് ആവുമല്ലേ, പൊയ്ക്കൊണ്ടിരിക്കുവല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ അവർ തന്നേക്കുന്ന ആദ്യത്തെ 2 ഓപ്ഷൻ നോൺ ടെർമിനേറ്റിംഗ് ആണ്. അപ്പൊ എന്തായാലും നോൺ ടെർമിനേറ്റിംഗ് അല്ല, ടെർമിനേറ്റിംഗ് ആണ്.
അപ്പോൾ ഓപ്ഷൻ മൂന്നാമത്തെ എന്താ, ടെർമിനേറ്റിംഗ് ആൻഡ് കനോട്ട് ബി ഡിറ്റർമൈൻ എന്ന് പറയുന്നതിൽ കാര്യമില്ല, ബിക്കോസ് നമുക്ക് അത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ലൈക്ക് നമുക്ക് അവിടെ 2 എക്സാമ്പിൾ എടുത്ത് രണ്ടിലും അല്ലെങ്കിലും ഇല്ല, താഴെ നമുക്ക് ഈ പറയുന്ന 5 വന്നേക്കുന്നത്. 5നെ ഏതെങ്കിലും ഒരു ഈവൻ നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉറപ്പായിട്ട് അവസാനം 0 വരും. ഉറപ്പായിട്ട് നമുക്ക് അവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ റെക്കറിംഗ് ആയിട്ടുള്ള ഒരു ആംഗിളിൽ പോകത്തില്ല, അത് ഡിവൈഡ് ആയി പോയി അവസാനം 0 ഒക്കെ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് താഴെ 10 ഒക്കെയാണ് വരുന്നത്, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഡിവൈഡ് ആവും, റെക്കറിംഗ് ആവാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ റെക്കറിംഗ് അല്ല, റെക്കറിംഗ് ആവാൻ സാധ്യതയില്ല, നോൺ ടെർമിനേറ്റിംഗും ആവാൻ സാധ്യതയില്ല. ഓക്കെ, ആ ടെർമിനേറ്റിംഗ് ആയിരിക്കും. ഈ താഴെ 0 ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പ്രോപ്പർലി അങ്ങ് ഡിവൈഡ് ആവും. പ്രോപ്പർലി ഡിവൈഡ് ആവുന്ന ഞാൻ ഉദ്ദേശിക്കുന്നത് ഡെസിമൽ കാണും, പക്ഷേ ഡെസിമൽ ഒരിക്കലും എന്തായിരിക്കത്തില്ല, ടെർമിനേറ്റിംഗ് നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കില്ല, ടെർമിനേറ്റ് ആവുക. എന്നിട്ട് താഴെ 0 വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പം ഞാൻ 7/100 എന്ന് എഴുതി കഴിഞ്ഞാൽ 0.07 എന്ന് വരും. അപ്പോൾ താഴെ 0 വരുമ്പോൾ എപ്പോഴും ആ ഡെസിമൽസ് എന്തായിരിക്കും, ഒരു സ്ഥലം വരെ പോയിട്ട് അങ്ങ് ടെർമിനേറ്റ് ആവും, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കത്തില്ല. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക കണ്ടീഷൻ ആണ്. അപ്പോൾ നമുക്ക് ഈ റെയിൽവേ എക്സാംസ് നിങ്ങൾക്കറിയാം കുറച്ചുകൂടി നമ്മുടെ ബേസിക് നോളജാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ബേസിക് നോളജ് ടെസ്റ്റ് ചെയ്യാൻ ഇങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം അതെങ്ങനെ എടുക്കേണ്ടി എന്നുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. ഹൗ മെനി നമ്പേഴ്സ് ഫ്രം 250 to 1000 ആർ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 5, 6 and 7? ഇപ്പോൾ ഒരുപാട് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന അപ്പം ഒരു നമ്പർ 5ലും പോകണം, 6ലും പോകണം, 7ലും പോകണം. ഓക്കെ, എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ എല്ലാത്തിലും പോകണം എന്ന് പറയുന്നത്. 5ലും പോകണം, 6ലും പോകണം, 7ലും പോകണം. 5ലും 6ലും 7ലും പോകണമെങ്കിൽ ആ നമ്പർ ഏതിലും പോകണം, നമുക്ക് ഇതിന്റെ LCM എടുക്കണം. പക്ഷെ ഇപ്പോൾ ഇവിടെ LCM എടുക്കുന്നതിൽ കാര്യമില്ല, ബിക്കോസ് ഇവിടെ എല്ലാം എന്താ പറയുക കോപ്രൈം നമ്പേഴ്സ് ആ തന്നേക്കുന്ന എല്ലാം കോപ്രൈം നമ്പേഴ്സ്, അവർ തമ്മിൽ കോമൺ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചുമ്മാ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വേണമെങ്കിൽ 6 into 6 7s 42, 42 into 5 നമുക്ക് 210 എന്ന് വരും. അപ്പൊ ഈ പറഞ്ഞ നമ്പർ എല്ലാം പോകണമെങ്കിൽ ആ നമ്പർ ഏതിലും പോകണം, 210ലും പോകണം. അപ്പൊ നമുക്ക് ഈ 0 തൊട്ട് 1000 വരെ ഉള്ള 210ന്റെ മൾട്ടിപ്പിൾ ചുമ്മാ ഒന്ന് എഴുതുവാണെങ്കിൽ 210 വരും. അതിന്റെ ഡബിൾ എടുത്താൽ 420 വരും. അതിന്റെ ട്രിപ്പിൾ എടുത്തു കഴിഞ്ഞാൽ 210ന്റെ ട്രിപ്പിൾ എടുത്തു കഴിഞ്ഞാൽ 630 വരും. അടുത്ത 840 വരും. അത് കഴിഞ്ഞാൽ അടുത്ത എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കത് 1050 ആയി പോകും. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന റേഞ്ച് എന്താ, 250. നമുക്ക് 210 കഴിഞ്ഞിട്ടാണ് 250 വരുന്നത്. ആൻഡ് 1000. ഓക്കെ, അതാണ് അവർ പറഞ്ഞിരിക്കുന്ന റേഞ്ച്. 1000 എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഇവിടെ നിൽക്കും. ഓക്കെ, അപ്പൊ 1000. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുന്നത് ഈ 2 റേഞ്ചിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ നമ്പറിന്റെ ഇടയ്ക്ക് നമുക്ക് അവിടെ വരുന്ന എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട് ഈ 5ഉം 6ഉം 7ലും പോകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്ര എണ്ണം ഉണ്ട്, 3 എണ്ണം അല്ലേ ഉള്ളൂ. ഓക്കെ, 3. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് വരും, ഓപ്ഷൻ ഡി 3 എന്ന് ആൻസർ വരും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം കൺസെപ്റ്റ് എന്താണ്, തന്നേക്കുന്ന ഇതേപോലത്തെ എല്ലാത്തിലും പോകണമെന്ന് പറയുകയാണെങ്കിൽ ആ നമ്പേഴ്സിന്റെ LCM എടുക്കുക. എന്നിട്ട് ആ LCM വെച്ചുകൊണ്ട് നമുക്ക് ആ റേഞ്ചിന്റെ അകത്ത് വരുന്ന എത്ര എണ്ണം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് അത് വെച്ച് ആൻസർ മാർക്ക് ചെയ്യുക. അതാണ് അതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ 210 എന്ന് പറയുമ്പോൾ ആ 200ഉം 1000ന്റെ ഇടയ്ക്ക് ഏകദേശം ഒരു 700-750 വരുന്നുള്ളൂ. ഇപ്പൊ 700-750 ഒരു 200-210 വിട്ടേക്ക് 200 ആലോചിച്ചാലും മതി. ഒരു 700ന്റെ അകത്ത് 200 എത്ര വട്ടം പോകും, 3 വട്ടമല്ലേ പോകത്തുള്ളൂ, 4 വട്ടം പോലും പോകത്തില്ലല്ലോ. അപ്പൊ ഓപ്ഷനിൽ തന്നാൽ നമുക്ക് അത് വെച്ച് തന്നെ ചുമ്മാ ഒന്ന് ആലോചിച്ച് അങ്ങ് മാർക്ക് ചെയ്തോട്ടെ. എക്സാക്ട് ഈ മൾട്ടിപ്പിൾസിന്റെ ആവശ്യമൊന്നുമില്ല. എക്സാക്ട് മൾട്ടിപ്പിൾ എഴുതിയത് നിങ്ങൾ ക്ലിയർലി മനസ്സിലാൻ വേണ്ടി നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഇതിന്റെ ഇടയ്ക്ക് മൊത്തം 750 ഉള്ളൂ. നമ്മൾ ഈ 210 പോയിട്ട് ഒരു 200 ആലോചിച്ചാൽ പോലും നിങ്ങൾക്കറിയാം ഈ 750 ഒരു 200 എത്ര വട്ടേ പോകത്തുള്ളൂ, ഒരു 3 വട്ടമല്ലേ പോകത്തുള്ളൂ, 4 വട്ടം പോലും പോകത്തില്ലല്ലോ. അപ്പം പോലും ആൻസർ എത്ര വരത്തുള്ളൂ, 3 വരത്തുള്ളൂ. നമുക്ക് എക്സാക്ട്ലി ഈവൻ ചെയ്ത് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. മനസ്സിലായില്ല? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ ലോജിക്കലി എക്സാംസിലെ ആൻസേഴ്സിനെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അല്ല നമ്മൾ ചെയ്യാതെ കൺവെൻഷനിലേക്ക് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ലോജിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സാമിലെ ആൻസേഴ്സ് മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അടുത്ത ദിവസത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാത്സിന്റെ ഏരിയ ഭയങ്കര എളുപ്പമാണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി റെയിൽവേ എക്സാംസ്. അതുകൊണ്ട് അവർ കൂടുതൽ നമ്മുടെ ബേസിക് നോളജാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ബേസിക് നോളജ് നല്ലപോലെ ഡെവലപ്പ് ചെയ്തെടുത്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസേഴ്സ് എടുക്കാൻ പറ്റും. നമ്മളത് ഇവിടെ മാത്രം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ മാത്രമല്ല, നമ്മുടെ റിയൽ ലൈഫിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ പറയുന്ന നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ നമ്മളെ എന്ത് ചെയ്യും, അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും റിയൽ ലൈഫിലടക്കം. ഓക്കെ, സോ നമ്മളത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, നല്ലപോലെ അത് സ്ട്രോങ് ആക്കി എടുക്കുക. ജസ്റ്റ് കാണപ്പണം പഠിക്കുകയും നമ്മുടെ ബുക്കിലെ കുറെ ഫോർമുലാസ് പഠിക്കുകയും കുറെ മെത്തേഡ്സ് പഠിക്കുകയും ആ മെത്തേഡ് അതേപോലെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്നതിന് പകരം ഇതേപോലെ വലിയ ഫോർമുലാസ് ഒന്നും ഇല്ലാതെ വളരെ ലോജിക്കലി ക്വസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യാൻ പഠിക്കുക. വളരെ ഈസി ആയിട്ട് ആൻസേഴ്സ് എടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റനിലേക്ക് നമുക്ക് പോകാം. ദ LCM ഓഫ് 2 numbers is 156. ഇപ്പൊ 2 നമ്പർ ഉണ്ട്, ആ നമ്പേഴ്സിന്റെ LCM എന്ന് പറയുന്നത് 156 ആണെന്ന് അവർ പറയുന്നുണ്ട്. ആൻഡ് ദർ HCF is 26. HCF 26 ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നോട് പറഞ്ഞ ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 numbers ഈസ് ഓൾസോ 26. അപ്പൊ 2 നമ്പർ എയും ബിയും ആണെങ്കിൽ അവർ തമ്മിലുള്ള വ്യത്യാസം 26 ആണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദി നമ്പേഴ്സ്, ആ 2 നമ്പറോട് ആഡ് ചെയ്താൽ എത്ര വരും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അഗൈൻ നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ ഫോർമുലയോ വലിയ ഇക്വേഷനിലേക്ക് ഒന്നും പോകുന്നതിന് പകരം വളരെ സിമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, വളരെ സിമ്പിൾ ലോജിക്കലി നമ്മൾ അതിനെ എടുക്കുകയാണെങ്കിൽ LCM എന്ന് പറഞ്ഞാൽ എന്താ? LCM എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടിലും കോമൺ ആയിട്ടുള്ള HCF ഇൻറ്റു രണ്ടിലും കോമൺ അല്ലാത്ത കോപ്രൈം നമ്പേഴ്സ്. നമ്മൾ നേരത്തെ സെഷനിലൊക്കെ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ള. ഓക്കെ, LCM എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള HCF ഉം
പിന്നെ രണ്ടിലും കോമൺ അല്ലാത്ത നമ്പേഴ്സ്. ഓക്കെ, അതിന്റെ പ്രൊഡക്റ്റ് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് 156 അല്ലെങ്കിൽ LCM എന്ന് പറയുന്നത്. അതിൽ നമുക്കറിയാം HCF എത്ര തന്നിട്ടുണ്ട്, 26 തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ രണ്ട് കോപ്രൈം നമ്പേഴ്സ് എയും ബിയും കോപ്രൈം ആണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതാണ് ഈ 156 തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ 156നെ 26 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും. അതെന്ന് പറയുന്നത് എത്രയാണ്, 6 6 × 26 ആണ് 156 എന്ന് പറയുന്നത്. 20 × 6 120, 6 × 6 36, 120 36 കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 156 വരുന്നത്. അങ്ങനെയെങ്കിൽ A × B 6. നമുക്കറിയാം എയും ബിയും കോപ്രൈമാ. അങ്ങനെയെങ്കിൽ എയും ബിയും എന്ത് വന്നാലും ഇവിടെ 6 വരത്തുള്ളൂ. ഈ എയും ബിയും 2ഉം 3ഉം അല്ലെങ്കിൽ 3ഉം 2ഉം. ഓക്കെ, ഇപ്പൊ ഇവിടെ എഴുതിയേക്കുന്ന എക്സാക്ട്ലി അതേപോലെ പറയണമെങ്കിൽ നമ്മുടെ എ വലുതാണ് എന്ന രീതിയിലാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിരിച്ചെഴുതാം. ഓക്കെ, ജസ്റ്റ് നമുക്ക് ക്ലിയർ ആവാൻ വേണ്ടി മാത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ A2ഉം A3യും B2 ആണെങ്കിൽ മാത്രമേ ഇവിടെ 6 വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്മോൾ എ സ്മോൾ ബി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇതിന്റെ കൺസെപ്റ്റ് ഇങ്ങനെയാണ്. ഇപ്പൊ രണ്ട് നമ്പർ ഉണ്ട് എയും ബിയും. നമ്മൾ അതിന്റെ LCM എടുക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത് എന്തായിരിക്കും, HCF ആയിരിക്കും പുറത്ത് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ രണ്ട് ചെറിയ നമ്പേഴ്സ് വരും. ആ രണ്ട് ചെറിയ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൽ കോമൺ ഒന്നും കാണത്തില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നമ്പേഴ്സിനാണ് കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. കോമൺ ഒന്നും ഇല്ലാത്ത നമ്പേഴ്സ് കോപ്രൈം നമ്പേഴ്സ്. അത് കൂടാതെ ആ നമ്പേഴ്സിന് വേറൊരു കൺസെപ്റ്റ് കൂടി ഉണ്ട്. അത് നമ്മുടെ ഒറിജിനൽ നമ്പറിന്റെ റേഷ്യോ കൂടി ആയിരിക്കും. റേഷ്യോ ഓഫ് ഒറിജിനൽ നമ്പർ കൂടിയായിരിക്കും അതെന്ന് പറയുന്നത്. റേഷ്യോ ഓഫ് ഒറിജിനൽ നമ്പർ അതുകൂടിയായിരിക്കും നമ്മുടെ ഈ പറയുന്ന നമ്മുടെ എന്താ പറയാ ഈ താഴെ വരുന്ന A B എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഈ 2ഉം 3 എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ശരിക്കുള്ള നമ്പർ കിട്ടാൻ, ഇപ്പൊ ഈ ക്യാപിറ്റൽ A കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ശരിക്കും ആ HCF × സ്മോൾ a ചെയ്താൽ പോരെ. അതുപോലെ നമ്മുടെ ക്യാപിറ്റൽ B കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ആ HCF × സ്മോൾ b ചെയ്താൽ പോരെ. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ ഇവിടുത്തെ ശരിക്കുള്ള നമ്പേഴ്സ് വേണമെങ്കിൽ എടുത്തേക്ക് കണ്ടുപിടിക്കാം, എടുക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാം. ആൻസർ എടുക്കാൻ വേണ്ടി ശരിക്കും എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ 3 + 2 5 എടുത്തിട്ട് ആ 5 × 26 ചെയ്താൽ മതി ആൻസർ കിട്ടാൻ വേണ്ടി. 5 × 26 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 130 ആൻസർ വരും. ഓക്കെ, അപ്പൊ തൽക്കാലം നിങ്ങൾ നല്ലപോലെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ പ്രോപ്പർലി ഒന്ന് എടുക്കാം. അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ A എന്ന് പറയുന്നത് എന്തായിരിക്കും, 3 × 26 ആയിരിക്കും. അതിന്റെ ക്യാപിറ്റൽ B എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 × 26 ആയിരിക്കും. രണ്ട് നമ്പേഴ്സ് എന്താന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ. 3 × 26 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 52 അല്ല 78 ആയിരിക്കും. അത് 78, 3 × 26 78ഉം മറ്റേത് 78ഉം ആൻഡ് മറ്റേത് 52 ആണ്. അപ്പൊ ഇത് രണ്ടുകൂടി മൈനസ് ചെയ്യുമ്പോഴാണ് അവർ പറഞ്ഞിരുന്ന പോലെ നമുക്ക് എന്ത് കിട്ടുന്നത്, 26 കിട്ടുന്നത്. അവർ ചോദിക്കുന്നത് രണ്ടുകൂടി ആഡ് ചെയ്ത് എന്ത് വരും എന്നാണ് ചോദിക്കുന്നത്. രണ്ടുകൂടി ആഡ് ചെയ്ത് എത്ര വരും, നമ്മുടെ 78ഉം ഈ പറയുന്ന 52 കൂടി നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 130 എന്ന് നമുക്ക് ആൻസർ വരും. 130 എന്ന് നമുക്ക് ആൻസർ വരും. വളരെ സിമ്പിൾ ആയിട്ട്. ഓക്കെ അല്ലേ, വളരെ പെട്ടെന്ന് ആക്ച്വലി ആൻസർ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ആ എയും ബിയും 3 × 2 ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ 5 ആ 3 × 2 കൂടി ആഡ് ചെയ്ത് 5 എടുത്തിട്ട് അതിൻ്റെ ആ 26 ചെയ്താൽ മതി. അപ്പോഴും നമുക്ക് 130 ആയിരിക്കും ആൻസർ വരുന്നത്. അതാണ് ആക്ച്വലി പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. ഓക്കെ, ആ സമയം നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊന്നും എഴുതി കണ്ടുപിടിക്കുകയോ ഇതൊന്നും ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കുകയോ ഒന്നും ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഇങ്ങനെ ചുമ്മാ എയും ബിയും ഇപ്പം 6 ആണെങ്കിൽ നമുക്ക് എയും ബിയും 2ഉം 3ഉം 2ഉം ആണെങ്കിൽ നമുക്ക് അത് രണ്ടുകൂടി പ്ലസ് ചെയ്യുമ്പോൾ 5 വരും. 5 × 26 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ 130 കിട്ടും. അങ്ങനെയാണ് ആക്ച്വലി വളരെ പെട്ടെന്ന് എടുക്കുന്നത്. ഓക്കെ അല്ലേ, അപ്പൊ അതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. അതിന്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ചെയ്ത എന്താ, ആ ക്യാപിറ്റൽ A + ക്യാപിറ്റൽ B. നമ്മൾ ഈ ക്യാപിറ്റൽ A എന്താന്നാ പറഞ്ഞേ, നമ്മുടെ HCF × സ്മോൾ a അല്ലെ. അതിന്റെ നമ്മുടെ ക്യാപിറ്റൽ B എന്ന് പറയുന്നത് എന്താ, HCF × സ്മോൾ b. അങ്ങനെയാണ് ഈ രണ്ടിൽ നമ്മൾ കോമൺ എടുത്ത് എന്ത് വരും, ആ A + B നമ്മളിങ്ങനെ പ്ലസ് C വരും, HCF കോമൺ വരും. അങ്ങനെ ആ A + B എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 2 + 3 അല്ലേ. അപ്പൊ ആ 2 + 3 എന്ന് പറയുന്നതല്ലേ 5 ഇൻറ്റു ആ HCF ചെയ്താൽ പോരെ. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ആ 2 + 3 നമ്മുടെ ഈ പറയുന്ന 5 × 26. ഇതാണ് ഇതിന്റെ പുറകുള്ള ലോജിക് ഇതാണ്. അപ്പൊ നമുക്ക് ഈ മേളിൽ ചെയ്ത ഈ പ്രോസസ് ഒന്നും എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കുള്ള നമ്പർ എന്താ എന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. യൂഷ്വലി നിങ്ങൾക്കറിയാം ഏതൊരു ക്വസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ ശരിക്കുള്ള നമ്പർ എന്താന്ന് ആദ്യം കണ്ടുപിടിക്കാൻ എല്ലാവരും നോക്കുന്നത്, എന്നിട്ടേ ആൻസർ കണ്ടുപിടിക്കത്തുള്ളൂ. പക്ഷേ ഈ ശരിക്കുള്ള നമ്പർ എന്താന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. അതിനെ മനസ്സിലായില്ലേ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വലിയ വലിയ മെത്തേഡ്സിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലത്തെ ലോജിക് ഒക്കെ യൂസ് ചെയ്ത് ആൻസേഴ്സ് എടുക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നോക്കിക്കാൻ മനസ്സിലാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഈ പറഞ്ഞ LCM എന്ന് പറഞ്ഞാൽ HCF × A × B ആണെന്ന് അറിയാവുന്ന ഒരാൾക്ക് ആ 156 26 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ 6 വരും എന്ന് മനസ്സിലാവും. 6 എന്ന് പറഞ്ഞാൽ 2 × 3 6 2 + 3 5 5 × 26 130 ആൻസർ. അത്രേ ഉള്ളൂ. ഓക്കെ, ശരിക്കും നമ്മളത് വളരെ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുക്കണ്ട. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ചുമ്മാ ഒന്ന് ആലോചിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ എടുക്കാൻ പറ്റും. അങ്ങനെ തന്നെ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഒരുപാട് എഴുതാതെ. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തൊരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ഫ്രൂട്ട് ഒരുപാട് പേർക്ക് ഇതേപോലത്തെ ക്വസ്റ്റൻസ് ഒക്കെ കാണുമ്പോൾ പേടിയാം. നമ്മുടെ റൂട്ട് സട്സിന്റെ ഫോം ഒക്കെ വരുന്ന സമയത്ത്. പക്ഷേ ആക്ച്വലി ഇതേപോലത്തെ ക്വസ്റ്റൻസ് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റൻസാണ്. നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ √2 + √h = √3. ഇതെന്താ വാല്യൂ ഓഫ് h ഈസ് ഈക്വൽ ടു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, 2 ലൈനിൽ ആൻസർ വരും. നമുക്ക് ആ √h ഇവിടെ വെച്ചോണ്ട് ആ √2 ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ √3 - √2 എന്ന് വരും. ഇനി നമുക്ക് h അല്ലേ വേണ്ടി, അപ്പോൾ രണ്ട് സൈഡും എന്ത് ചെയ്യണം, സ്ക്വയർ ചെയ്യണം. രണ്ട് സൈഡും സ്കോർ ചെയ്താൽ ഇത് സ്കോർ ചെയ്യുമ്പോൾ h എന്ന് വരും. ആൻഡ് ഇത് സ്കോർ ചെയ്യുമ്പോൾ നമുക്ക് അതെന്താവും, A + B ഹോൾ സ്ക്വയർ ആവും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒന്ന് പ്രോപ്പർലി എഴുതാം. ഓക്കെ, ഞാൻ ഇപ്പോൾ √h സ്ക്വയർ ചെയ്തു. അതുപോലെ അപ്പുറത്തെ സൈഡിനെ ഞാൻ സ്കോർ ചെയ്യുമ്പോൾ
എൻ്റെ √3 മൈനസ് √2 ദ ഹോൾ സ്ക്വയർ വരും. എന്നാൽ എൻ്റെ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ എൻ്റെ a സ്ക്വയർ എന്ന് √3യുടെ സ്ക്വയർ എന്ത് വരും? 3 എന്ന് വരും. ആൻഡ് പ്ലസ് ബി സ്ക്വയർ നമ്മുടെ √2യുടെ സ്ക്വയർ എന്ത് വരും? 2 എന്ന് വരും. ആൻഡ് മൈനസ് 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു √3 ഇൻറ്റു √2. ഇപ്പോൾ √3 ഇൻറ്റു √2 എന്താ വരും? √6 എന്ന് വരും. അങ്ങനെ 2 √6 എന്ന് വരും. സോ അതൊന്നുകൂടി ഒന്ന് ഫെർദർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 + 2 5 5 മൈനസ് 2 √6 എന്ന് ആൻസർ വരും. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അത് ആക്ച്വലി അവിടെ നിന്ന് നോക്കിയെടുക്കാൻ പറ്റും. അത്യാവശ്യം 1-2 വട്ടമെങ്കിലും ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ അത്യാവശ്യം ഈ സഡ്സിന്റെ ഫോംസ്, ഇതിനെയാണ് സഡ്സ് എന്ന് പറയുന്നത്. ഈ സഡ്സിന്റെ ഫോം അത്യാവശ്യം ഹാൻഡിൽ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, ഒരു വട്ടമെങ്കിലും 1-2 വട്ടമെങ്കിലും ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് അതിന്റെ ആൻസർ അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പൊ ആൻസർ എന്ത് വരും? 5 മൈനസ് 2 √6 എന്ന് നമുക്ക് ആൻസർ വരും. 5 മൈനസ് 2 √6. അഗെയിൻ അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ഇതേപോലത്തെ ഒരു സഡ്സിന്റെ ഫോമാണ്. ഒരുപാട് പേർക്ക് അത് എങ്ങനെ തുടങ്ങണം എന്ന് പോലും ഡൗട്ട് വരും. ബിക്കോസ് അവിടെ തന്നേക്കുന്ന ഒന്നും സ്ക്വയർ നമ്പേഴ്സ് അല്ല. പിന്നെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ഡൗട്ട് വരും. സോ ഇതേപോലത്തെ ക്വസ്റ്റൻസ് വന്നാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ അവിടെ എന്തെങ്കിലും ഒരു സ്ക്വയർ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും തന്നേക്കുന്നത്. നിങ്ങളുടെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ആ സ്ക്വയർ നമ്പർ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ പുറത്തെടുക്കുക. എന്നിട്ട് ചുമ്മാ പ്ലസ് മൈനസും ചെയ്യുമ്പോൾ ആൻസർ വരും. ഇവിടെ ഇപ്പോൾ ഫുള്ള് മൈനസ് ആണ് തന്നേക്കുന്നത്. നമ്മൾ ചുമ്മാ മൈനസ് ചെയ്യുമ്പോൾ ആൻസർ വരും. നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങളൊന്ന് ആലോചിക്കുക, 150. നിങ്ങൾക്ക് 150 കാണുമ്പോൾ ആദ്യം അതിൻ്റെ അകത്ത് വരുന്ന സ്ക്വയർ നമ്പർ ഏതാ ഓർമ്മ വരുന്നത്? നമുക്കത് 25 പോകത്തില്ലേ? 5ന്റെ സ്ക്വയർ അല്ലേ 25? ആ 25ന്റെ മൾട്ടിപ്പിൾ അല്ലേ 150? അങ്ങനെ ശരിക്കും അത് 25 × 6 അല്ലേ? അപ്പോൾ സ്ക്വയർ നമ്പറും കിട്ടി, പിന്നെ എക്സ്ട്രാ വരുന്ന നമ്പറും കിട്ടി. ഇനി അടുത്ത് നമ്മൾ ആ 54 എടുക്കുകയാണെങ്കിൽ ഇനി ആ 6 എല്ലാത്തിലും വരണം. ഓക്കെ, എന്നാലേ ആ ക്വസ്റ്റ്യൻ സോൾവ് ആകത്തുള്ളൂ. അപ്പം 54 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന സ്ക്വയർ നമ്പർ ഏതാ? മൾട്ടിപ്പിൾ, സ്ക്വയർ നമ്പറിന്റെ മൾട്ടിപ്പിൾ. നമുക്ക് 54 എന്ന് പറഞ്ഞാൽ 9 × 6 അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 6 വരികയും ചെയ്തു, അതിൻ്റെ ഒരു സ്ക്വയർ നമ്പറും വന്നു. ഇനി ഇതേപോലെ 6 ഇവിടെയും വരണം ഉറപ്പായിട്ടും. ഇപ്പൊ 24 ആണെങ്കിൽ 6ഉം വരണം, ഒരു സ്ക്വയർ നമ്പറും വരണം. ഇപ്പൊ 24 എന്ന് പറഞ്ഞാൽ ഏതാ? 4 × 6 അല്ലേ? ഇപ്പൊ 4 ഒരു സ്ക്വയർ നമ്പറും ആണ് ആൻഡ് 6ഉം വന്നു. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ ഈ ഞാൻ ഒന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം, നമുക്ക് ഡൗട്ട് വരാതിരിക്കാൻ. ആ 150 എന്ന് പറഞ്ഞാൽ നമുക്ക് 25 × 6. അപ്പൊ 25 നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. മൈനസ് നമ്മുടെ 54 എന്ന് പറയുന്നത് നമ്മുടെ 9 × 6. പിന്നെ അതേപോലെ നമ്മുടെ 24 എന്ന് പറയുന്നത് 4 × 6. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, ഇത് ഇത്രയും സിമ്പിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരു വട്ടം ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒരുപാട് പേര് സ്കിപ്പ് ചെയ്താൽ കളയും. എന്നിട്ട് ഇത് ഭയങ്കര പാടുള്ള ക്വസ്റ്റ്യൻ അറിയത്തില്ല എന്നൊരു ആംഗിളിൽ. പക്ഷെ അങ്ങനെ കളയല്ലേ, ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി കഴിയും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇത് ഭയങ്കര സിമ്പിൾ ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയില്ല. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഇതൊക്കെ. ഓക്കെ, ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ 25 കഴിഞ്ഞ് പുറത്തെടുത്താൽ നമുക്ക് എന്ത് വരും? 5 √6 എന്ന് വരും. ആ 9 കഴിഞ്ഞ് പുറത്തെടുത്താൽ എന്ത് വരും? 3 √6 എന്ന് വരും. അതിന്റെ 4നെ പുറത്തെടുത്താലോ 2 √6 എന്ന് വരും. അപ്പൊ നമുക്ക് ഈ 4ഉം 2ഉം കൂടി ഇപ്പൊ -3 √6ഉം -2 √6ഉം കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? നിങ്ങൾക്ക് അത് 5 √6 മൈനസ് 5 √6 എന്ന് വരും. രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്തെന്ന് വരും? 0 എന്ന് വരും. സോ ഓപ്ഷൻ സി 0 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി 0. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റൻസ് ഒന്നും ഒരിക്കലും മിസ്സാക്കരുത്. ഓക്കെ, ശരി. അപ്പൊ അടുത്ത് നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് മാത്സിലേക്ക് പോവാണ്. നമ്മുടെ ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റൻ ആണ്. ട്രിഗ്നോമെട്രിയുടെ നല്ലപോലെ ഫോർമുല ബേസ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ, വളരെ ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷേ ഈ ക്വസ്റ്റനെ എല്ലാവരും ഫോർമുല എടുത്താൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഫോർമുല എടുത്ത് ചെയ്യാനും പറ്റും, ഇല്ല അത് ക്വാഡ്രന്റ് സിസ്റ്റം വെച്ച് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. ഞാൻ ആദ്യമേ എല്ലാവരും ചെയ്യുന്ന പോലെ ഫോർമുല എടുത്തൊന്ന് ചെയ്ത് കാണിക്കാം. എന്നിട്ട് വളരെ പെട്ടെന്ന് ക്വാഡ്രന്റ് സിസ്റ്റം വെച്ച് ആൻസർ വളരെ ഷോർട്ട് ആയിട്ട് എടുക്കുന്നതും കാണിച്ചു തരാം. ആദ്യം ഫോർമുല വെച്ച് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ sin a + b തന്നേക്കുന്നത്. sin a + b. ഞാൻ വേണമെങ്കിൽ അതവിടെ നിന്ന് എഴുതാം. sin a + b എന്ന് പറയുന്ന കൺസെപ്റ്റും ആൻഡ് അവിടെ അവർ ഒരെണ്ണം ബി എന്ന് തന്നിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ഇവിടെ തന്നേക്കുന്ന cos a - b എന്ന് പറയുന്ന ഫോർമുലയാണ് അവർ തന്നേക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഫോർമുലാസ് ഒന്ന് യൂസ് ചെയ്യാം. ആണെങ്കിൽ sin a + b യുടെ ഫോർമുല എന്താ? sin a cos b. പക്ഷെ അവിടെ ബിയുടെ സ്ഥലത്ത് ചെയ്യുന്നത് തന്നേക്കുന്നത്. സോ അത് കറക്റ്റ് ആയിട്ട് എഴുതണം. സോ sin 45 cos a പ്ലസ് cos 45 sin a. നമ്മുടെ ശരിക്കുള്ള ആ ഒരു sin a + b യുടെ ഫോർമുലയാണ് sin a cos b + cos a sin b എന്നുള്ളത്. ഓക്കെ, നമ്മൾ അത് എഴുതി. ഇനി അതേപോലെ മൈനസ് അടുത്ത് നമ്മുടെ cos a - b യുടെ ഫോർമുല എന്ന് പറയുന്നത് cos 45 cos a. ശരിക്കും നമുക്ക് പ്ലസ് ആ വരണ്ടേ, പക്ഷെ ഇവിടെ മുമ്പിൽ മൈനസ് ഉള്ള കാരണം ഇവിടെ മൈനസ് വരും. അപ്പൊ മൈനസ് നമ്മുടെ sin 45 sin a എന്ന് വരും. ഇനി നമ്മളിവിടെ ഈ sin 45 cos 45 വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ sin 45യുടെയും cos 45യുടെയും വാല്യൂ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. sin 45ഉം cos 45ഉം രണ്ടിന്റെ വാല്യൂ എന്താണ്? 1/√2. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വാല്യൂ എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ cos a sin 45 എന്ന് പറയുന്നത് 1/√2. സോ താഴെ √2 എന്ന് എഴുതാം നമുക്ക്. പ്ലസ് അടുത്ത cos 45 എന്ന് പറയുന്നത് 1/√2 ആൻഡ് അതിന്റെ കൂടെ എന്തുണ്ട്? sin a ഉണ്ട്. നമുക്ക് ആ sin a മുകളിൽ എഴുതാം. ഇനി മൈനസ്
കോസ് 45 എന്ന് പറഞ്ഞാൽ എഗെയിൻ നമ്മുടെ 1/√2 ആൻഡ് കൂടെ ഉള്ളത് കോസ് എ. സോ കോസ് എ നമുക്ക് ഇവിടെ എഴുതാം. ആൻഡ് ദെൻ നമുക്ക് മൈനസ് സൈൻ 45 എന്ന് പറയുമ്പോഴത്തേന് നമുക്കിവിടെ √2 1/√2 ആൻഡ് സൈൻ എ നമുക്ക് മുകളിലുണ്ട്, അത് നമുക്ക് അവിടെ എഴുതാം. ഇത് നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും. സൈൻ എ ബൈ പ്ലസ് സൈൻ എ √2 മൈനസ് സൈൻ എ √2, അതുപോലെ കോസ് എ √2 മൈനസ് കോസ് എ √2. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ആൻസർ എത്ര എന്ന് വരും? 0 എന്ന് വരും. സോ ഓപ്ഷൻ സി 0 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ അതാണ് അതിന്റെ പ്രോപ്പർ കൺവെൻഷണൽ മെത്തേഡ്, അല്ലെങ്കിൽ യൂഷ്വലി പണ്ട് സ്കൂൾ തൊട്ടേ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇവിടെയും ഒരുപാട് പേര് അതിനെ അങ്ങനെ തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. ഈസിയാണ്, ഫോർമുല അറിയാവുന്നവർക്ക് അത് ഒട്ടും ഡിഫിക്കൽട്ട് അല്ല, വളരെ ഈസിയാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫോർമുല യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഫോർമുല ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിക്കുന്നതിന് പകരം ഓക്കെ നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം വെച്ച് എങ്ങനെ ഇതിനെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, യൂഷ്വലി ആരും ഇതിനെ കോർഡിനേറ്റ് സിസ്റ്റം വെച്ച് ചെയ്യാറില്ല, പക്ഷെ കോർഡിനേറ്റ് സിസ്റ്റം വെച്ച് വളരെ പെട്ടെന്ന് എങ്ങനെ എടുക്കാം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ അവിടെ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാം. ഒരെണ്ണം നമ്മൾ അവിടെ അതേപോലെ തന്നെ വെക്കാം, ഒരെണ്ണം യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യത്തത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുകയാണ്, രണ്ടാമത്തത് ഉപയോഗിക്കാം. സോ എനിക്ക് ആ കോസ് 45 മൈനസ് എനെ സൈൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തോണ്ട് സൈൻ 90 മൈനസ് 45 മൈനസ് എ എന്ന് എഴുതിക്കൂടെ? നമുക്കറിയാം കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മുടെ സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കോസ് തീറ്റ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഈ തന്നിരിക്കുന്ന 45 മൈനസ് എ എന്ന് പറയുന്ന മൊത്തം നിങ്ങൾ തീറ്റ എന്ന് വിചാരിച്ചു ആണെങ്കിൽ, ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് സൈൻ 90 മൈനസ് തീറ്റ, അതാണ് കോസ് അവർ തന്നിരിക്കുന്ന തീറ്റ എന്ന് പറയുന്നത്, അത് ഫുള്ള് തീറ്റ എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഇതിന്റെ അകത്തുള്ള ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ സൈൻ, ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 90 മൈനസ് 45 എനിക്ക് 45 എന്ന് വരും, മൈനസ് ഇൻറ്റു മൈനസ് എനിക്ക് പ്ലസ് ആവും, ആൻഡ് അവിടെ ആ എ വരും. എൻ്റെ ഇവിടെ മുമ്പിൽ എന്തുണ്ട്? എൻ്റെ ആ സൈൻ 45 പ്ലസ് എ ഉണ്ട്. അപ്പോൾ സൈൻ 45 പ്ലസ് എ, ഇവിടെയും സൈൻ 45 പ്ലസ് എ, പക്ഷേ ഇത് പ്ലസ് സൈൻ 45 പ്ലസ് എയും ഇത് മൈനസ് സൈൻ 45 പ്ലസ് എയും. സോ രണ്ടുകൂടി എടുക്കുമ്പോൾ ആൻസർ അവസാനം എന്തെന്ന് വരും? 0 എന്ന് വരും. നോക്കിയേ, അത് അവിടുന്ന് ഒരാൾക്ക് നോക്കി പറയാൻ പറ്റും. ഓക്കെ, അത് അവിടെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഒരാൾക്ക് അവിടെ നിന്ന് നോക്കി പറയാൻ പറ്റും അവിടെ ആൻസർ എന്താ വരാൻ പോകുന്നുള്ളത്. ഈ കോർഡിനേറ്റ് സിസ്റ്റം അറിയാവുന്ന ഒരാളെങ്കിൽ, നല്ലപോലെ അറിയാവുന്ന ഒരാളെങ്കിൽ വളരെ പെട്ടെന്ന് ഓക്കെ ഫസ്റ്റ് ലൈൻ നമുക്ക് അവിടെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലൈനിൽ അത് കട്ട് ചെയ്ത് പോകും നമുക്കറിയാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് ചെയ്യാം, ആദ്യത്തെ എടുത്തും ചെയ്യാം, രണ്ടാമത്തെ എടുത്തും ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് അതെടുത്ത് ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ എടുത്താണ് നമ്മൾ ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പോൾ ഫോർമുല വെച്ച് ചെയ്തിട്ടുണ്ട്, കോർഡിനേറ്റ് സിസ്റ്റം വെച്ച് ചെയ്തിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആണ് ഈ കോർഡിനേറ്റ് സിസ്റ്റം വെച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. പണ്ട് സ്കൂളിലെ പോലെ നമ്മൾ ട്രിഗ്നോമെട്രിയുടെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഉടനെ ഫോർമുല എന്നൊരു ആംഗിളിലേക്ക് പോകാതിരിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു വളരെ നല്ല ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇഫ് സൈൻ 2a ഈക്വൽ ടു 2 സൈൻ എ, ദെൻ എയുടെ വാല്യൂ എന്ത് വരും? എയുടെ വാല്യൂ എന്ത് വന്നാലേ അത് അങ്ങനെ വരത്തുള്ളൂ എന്നുള്ളതാണ് ആക്ച്വലി അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ചുമ്മാ വാല്യൂ ഒന്ന് ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊന്ന് ചെക്ക് ചെയ്താൽ മതി. എനിക്ക് അതാണ് ശരിക്കും ചെയ്യേണ്ട രീതി. നിങ്ങൾക്ക് അവിടെ എല്ലാം സോൾവ് ചെയ്താൽ എടുക്കേണ്ടത്. സൈൻ 2a എന്ന് പറയുന്നത് 2 സൈൻ എന് ഈക്വൽ ആണ് എന്ത് വാല്യൂ ഇട്ടാൽ. സിമ്പിൾ ആണ്. അവിടെ ഓപ്ഷൻ നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അവിടെ 0 കാണുന്നുണ്ട്. ഓക്കെ, 0 ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈക്വൽ ആവും. എങ്ങനെ? നമ്മുടെ സൈൻ 0യുടെ വാല്യൂ എന്താ? സൈൻ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ സൈൻ 2 ഇൻറ്റു 0 0 എന്ന് വരും. ഇപ്പൊ സൈൻ 0 ഈക്വൽ ടു എൻ്റെ 2 ഇൻറ്റു സൈൻ 0 ഡിഗ്രി ഇട്ട് കൊടുത്താൽ അതും എന്ത് തന്നെയാണ്? 0 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇത് 0 ഈക്വൽ ടു 0 ആയി പോകത്തില്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ട് ഈക്വൽ ആകത്തില്ലേ? അല്ലെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി വരും. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ വരും. ഇപ്പൊ അത്യാവശ്യം ട്രിഗ്നോമെട്രിക് ടേബിളിന്റെ വാല്യൂസ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ എടുക്കാൻ പറ്റും. ഇനി വേണമെങ്കിൽ ബാക്കിയുള്ള നിങ്ങൾ ചുമ്മാ ഞാൻ മനസ്സിലാൻ വേണ്ടി ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അതിൽ ആദ്യം തന്നെ ഞാൻ 90 എടുത്ത് ചെയ്ത് കാണിച്ചു തരാം. എന്നാൽ പിന്നെ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുള്ള 90 ആണ്. ഓക്കെ, ഇപ്പൊ 90 എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സൈൻ 2a എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 90 180 എന്ന് വരും, ഈക്വൽ ടു 2 സൈൻ 90. ഇനി നമ്മളവിടെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമ്മുടെ സൈൻ 180യുടെ വാല്യൂ എന്തിനും ഈക്വൽ ആയിരിക്കും? സൈൻ 0 ഡിഗ്രിക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സൈൻ 180 ഡിഗ്രി 0 വരും. ആൻഡ് 2 ഇൻറ്റു സൈൻ 90യുടെ വാല്യൂ എന്താ? 1 അല്ലേ? ഇപ്പൊ 2 ഇൻറ്റു 1 2 അല്ലേ? ആൻഡ് ഇപ്പുറത്തെ 0 അല്ലേ? അത് ശരിയാവുന്നുണ്ടോ? LHS RHS ഈക്വൽ ആവുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് തെറ്റാ. മനസ്സിലായല്ലേ? നമുക്ക് അത് രണ്ടും എന്താവണം? ഈക്വൽ ആവണം. പക്ഷെ ഇവിടെ ഈക്വൽ ആവുന്നില്ല. അതേപോലെ ഇനി അടുത്ത 1360 ഇട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഈക്വൽ ആവത്തില്ല. വേണമെങ്കിൽ നമുക്ക് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാം. സൈൻ 2 എന്ന് പറയുമ്പോൾ 30 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ 90 അല്ലെന്ന് മനസ്സിലായി. അതല്ല ഇപ്പൊ 30 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സൈൻ 2 ഇൻറ്റു 30 സൈൻ 60 എന്ന് വരും. സൈൻ 60 എന്താ? √3/2. ഇനി ഇപ്പുറത്തെ സൈഡിലും അതേപോലെ വാല്യൂ ഇടുകയാണെങ്കിൽ 2 ഇൻറ്റു സൈൻ 30 എന്താ? 1/2 അല്ലേ? അപ്പം ഈ 2 2 കട്ടായി പോയിട്ട് ഇപ്പുറത്ത് 1 എന്നല്ലേ വരുന്നത്? ഇപ്പൊ രണ്ട് ഈക്വൽ ആണോ? രണ്ട് ഈക്വൽ അല്ല. ഇവിടെ ഇത് രണ്ട് ഈക്വൽ അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതും അല്ല. മനസ്സിലായില്ലേ? ഇനി അതേപോലെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അടുത്ത 60 ഡിഗ്രി എടുത്തും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ 60 ഡിഗ്രി എടുത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈൻ 60 ഇൻറ്റു 2 സൈൻ 120 ഡിഗ്രി എന്ന് വരും. അപ്പോൾ 120 ഡിഗ്രി ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ 60 എന്ന് വരും. അപ്പോൾ സൈൻ 60 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 2/√3. അപ്പോൾ √3/2. അപ്പോൾ √3/2 ഇവിടെ നിന്ന് ഈ 2 2 ക്യാൻസൽ ആവും, √3 എന്ന് വരും.
ഇനി സൈൻ 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സൈൻ 120 എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ് 30 ഈക്വൽ ആയിരിക്കും. സൈൻ 120 എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ് 30 ഈക്വൽ ആയിരിക്കും. ആൻഡ് കോസ് 30 എന്താ √3/2 അല്ലേ? അപ്പൊ √3/2 √3 ഈക്വൽ ആണോ? ഈക്വൽ അല്ല. അപ്പൊ എന്തല്ല? അതുമല്ല. നോക്കിയേ, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ബാക്കിയുള്ള വാല്യൂസ് കൂടി ഒന്ന് ചെയ്ത് കാണിച്ചത്. ഓക്കെ, നമുക്ക് ഇതേപോലെ വാല്യൂ ഒന്ന് ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ അതേ ആൻസർ കിട്ടാൻ വേണ്ടി അത് ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളത്. നമ്മളത് ഒരുപാട് എഴുതാതെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഒരുപാട് എഴുതി ചെയ്യുവാണെങ്കിൽ നമുക്കത് കുറച്ച് ലെന്തി ആവും. ഇനി അടുത്ത ക്വസ്റ്റൻ ഇപ്പം അടുത്തൊരു ട്രിഗ്നോമെട്രിയുടെ തന്നെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റൻ ആണ്. 2 poles of equal height 20 and 14 meters are joined at the top by a wire which makes an angle of 30 degree with the horizontal. അപ്പൊ ആ പറഞ്ഞ കാര്യം ഒന്ന് നമുക്ക് വരയ്ക്കാം. 2 പോൾ ഉണ്ട്. 2 പോള് ഒരു ഹൊറിസോണ്ടൽ ഗ്രൗണ്ടിൽ നിൽക്കുക. അപ്പൊ 2 പോളുടെ ഒരു പോളുടെ ഹൈറ്റ് അവർ 20 തന്നിട്ടുണ്ട്, ഒരു പോളുടെ ഹൈറ്റ് അവർ 14 തന്നിട്ടുണ്ട്. ഈ 2 പോളുടെയും ടോപ്പിനെ അവരൊരു റോപ്പ് വെച്ച് കെട്ടി, ഒരു വയർ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആ വയർ വെച്ച് കെട്ടിയിട്ടുണ്ട്. അവർ പറയുന്നത് ഈ വയർ മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഈ വയർ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഹൊറിസോണ്ടലായിട്ട്. എന്ന് പറഞ്ഞാൽ ഇത് 30 ഡിഗ്രി ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 30 ഡിഗ്രി ആണ്. ഇനി ഇത് 14 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇത് മൊത്തം 20 മീറ്റർ ആണ്. ഈ ഒരു പോള് മൊത്തം 20 മീറ്റർ. പക്ഷേ മൊത്തം 20 മീറ്റർ ആണെങ്കിൽ ഇത് 14 മീറ്റർ ആയിരിക്കണ്ടേ? ഇവിടെ വരെ 14 മീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മേളത്തെ ഇത് എത്ര ആയിരിക്കും? 6 മീറ്റർ ആയിരിക്കണ്ടേ? എന്നാലല്ലേ 20 മീറ്റർ ആവത്തുള്ളൂ. ഇനി നമുക്ക് ആൻസർ എടുക്കാം. ഇപ്പൊ നമ്മൾ ട്രിഗ്നോമെട്രിയിൽ നമ്മൾ പണ്ട് സ്കൂളിൽ ചെയ്യുന്നതാണെങ്കിൽ ട്രയാങ്കിൾ ABC എന്നൊന്നും എടുത്തല്ല സോൾവ് ചെയ്യുന്നത്. നമ്മൾ വളരെ പെട്ടെന്ന് ടാന്റെ റേഷ്യോ ഉപയോഗിച്ച് ആൻസർ എടുക്കുന്നത്. ഇപ്പൊ ടാൻ 30 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ റേഷ്യോ എന്ത് വരും? ഓപ്പോസിറ്റ് 1 എന്ന് വരും, ഇത് √3 എന്ന് വരും, ആൻഡ് അഡ്ജസ്റ്റന്റ് നമ്മുടെ ഹൈപ്പോട്ടനസ് 2 എന്ന് വരും. നമുക്കറിയാം ടാൻ 30 എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ് ആണ്. ആൻഡ് ടാൻ 30യുടെ വാല്യൂ 1/√3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് 1 ആണ്, ഈ അഡ്ജസ്റ്റന്റ് √3 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടനസ് 2 വരും. നമ്മുടെ 1ഉം √3 കൂടി നമ്മൾ ഹൈപ്പോട്ടനസ് പൈതഗോറസ് യൂസ് ചെയ്താൽ അവിടെ 2 എന്ന് വരും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? നമുക്ക് ആ വയറിന്റെ നീളം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ദ ലെങ്ത് ഓഫ് ദ വയർ ഈസ് എന്നാ ചോദിച്ചാൽ 2 എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തറിയാം? ഈ 1 എത്രയെന്ന് അറിഞ്ഞൂടെ? ഈ 1 അല്ലെ 6 മീറ്റർ എന്ന് നമുക്ക് ഇവിടെ തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ആൻസർ എടുക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് ചുമ്മാ നമുക്കൊന്ന് കമ്പയർ ചെയ്താൽ മതി. ആ 1 എന്ന് പറയുന്നതാണ് 6 മീറ്റർ. അവിടെ നമുക്ക് വേണ്ടിയ 2 എത്രയാണോ? ആ 2 എന്ന് പറഞ്ഞാൽ വയറിന്റെ നീളം. 2 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? അതിന്റെ ഡബിൾ ആയിരിക്കും, 12 മീറ്റർ. എന്ന് നോക്കിയേ, ഇത്രേ ഉള്ളൂ. നമ്മൾ പണ്ട് സ്കൂളിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. നമ്മൾ പടം വരയ്ക്കും, ആ പടത്തിനൊരു മാർക്ക് കാണും. ഇത് കൂടാതെ പിന്നെ കൺസ്ട്രിങ് ട്രയാങ്കിൾ എന്നൊക്കെ എടുത്ത് പല റേഷ്യോസ്, സൈനും കോസും ഒക്കെ പല റേഷ്യോസ് എടുത്ത് ഫുള്ള് സ്റ്റെപ്പ് ഒക്കെ എഴുതിയാണ് സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ അതിനെ പറ്റുവാണെങ്കിൽ പടം വരയ്ക്കത്തോലും ഇല്ല, നമ്മളൊന്ന് ഇമാജിൻ ചെയ്യും. ആൻഡ് ഇതേപോലെ ടാന്റെ റേഷ്യോസ് എടുത്തിട്ടാണ് വളരെ പെട്ടെന്ന് ആൻസേഴ്സ് എടുക്കുന്നത് ഈ ഒരു രീതിയിൽ. ഓക്കെ അല്ലെ? നോക്കിയാൽ എത്ര പെട്ടെന്ന് ആൻസർ വന്നു നിങ്ങൾക്ക് കാണാം. ഇവിടെ സ്റ്റെപ്പ് എന്ന് പറയാൻ ഒന്നും ഇല്ല. ഇതാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, 12 മീറ്റർ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. നമുക്ക് ആ വയറിന്റെ ലെന്താ ചോദിച്ചത്? ഈ 2 എത്രയാണെന്നാ ചോദിച്ചത്. നമുക്ക് ആ 2 കണ്ടുപിടിക്കാൻ എത്രേ ഉള്ളൂ? ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി, ലെന്ത് ഓഫ് വയർ. ഓക്കെ അല്ലേ? അപ്പൊ കറക്റ്റ് അപ്രോച്ചുകൾ നമ്മൾ എപ്പോഴും പഠിച്ചു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ദർ ഇസ് എ കാർപ്പറ്റ് ഓഫ് ലെന്ത് 25/2 മീറ്റർ. ഒരു കാർപ്പറ്റ് ഉണ്ട്, അതിന്റെ നീളം എന്ന് പറയുന്നത് 25/2. അപ്പൊ 25/2 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ 20 നമുക്കറിയാം, 5/2 എന്ന് പറഞ്ഞാൽ അത് 2.5 കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ 20 + 2.5 നമുക്ക് 22.5 എന്ന് വരും. ശരി, ഒരു കാർപ്പറ്റിന്റെ നീളം 22.5 മീറ്റർ. ഹൗ മെനി സ്മോൾ കാർപ്പറ്റ് ഈച്ച് ഓഫ് ലെന്ത് 4 1/2 മീറ്റർ. അപ്പൊ 4 1/2 മീറ്റർ എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4ഉം പിന്നെ 0.5 1/2 എന്ന് പറഞ്ഞാൽ 0.5ഉം അങ്ങനെയാണെങ്കിൽ നമുക്കത് ആഡ് ചെയ്യുമ്പോൾ 4.5 മീറ്റർ എന്ന് വരും. അപ്പൊ എത്ര ചെറിയ കാർപ്പറ്റ്, 4.5 മീറ്ററിന്റെ എത്ര ചെറിയ കാർപ്പറ്റ് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും? ക്യാൻ ഇറ്റ് ബി കട്ട് ഔട്ട് ഓഫ് ഇറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 22.5 മീറ്ററിന്റെ വലിയൊരു കാർപ്പറ്റ് ഉണ്ട്, അതിൽ നിന്ന് 4.5 മീറ്ററിന്റെ എത്ര കാർപ്പറ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ മതി, 4.5 എന്ത് ചെയ്യുമ്പോഴാണ് 22.5 വരുന്നതെന്ന് ആലോചിച്ചാൽ മതി. എത്ര ചെയ്യുമ്പോഴാണ്? 5 ചെയ്യുമ്പോഴാണ്. നമ്മുടെ 45 × 5 ആണ് 225 എന്ന് പറയുന്നത്. അത് അവരെ ഡെസിമൽ ആക്കി തന്നു. 4.5ഉം 22.5. നമ്മുടെ 4.5 × 5 ചെയ്യുമ്പോഴാണ് 22.5 വരുന്നത്. അത്രേ ഉള്ളൂ. നമുക്ക് 5 × 4.5 ചെയ്താൽ നമുക്ക് 5 × 4 20ഉം 5 × 0.5 ചെയ്താൽ 2.5. നോക്കി എനിക്ക് നമ്മൾ നേരത്തെ മേളിൽ എഴുതിയ സംഭവം. അങ്ങനെ 22.5 എന്ന് വരും. അപ്പൊ ആൻസർ എത്ര വരും? നമ്മുടെ 5 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ സി 5 എന്നുള്ളത് നമുക്ക് ആൻസർ ആയിട്ട് വരും. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആൻസർ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഇഫ് ദി ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് 154 സെന്റിമീറ്റർ സ്ക്വയർ. ഒരു സർക്കിളിന്റെ ഏരിയ നമുക്കറിയാം πr². πr² എന്ന് പറഞ്ഞാൽ 22/7 ഇൻറ്റു നമ്മുടെ റേഡിയസിന്റെ സ്ക്വയർ
അതെന്ന് പറഞ്ഞാണ് 154 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നേക്കുന്നത്. ദെൻ ദി സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് 11 വെച്ച് കിട്ടിയ 2 വരും, ഇത് 11 വെച്ച് കിട്ടിയ 14 വരും. നമ്മളിത് 2ഉം 14 ക്യാൻസൽ ചെയ്താൽ 7 വരും. ഈ താഴെയുള്ള 7 കൂടി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമ്മുടെ റേഡിയസിന്റെ സ്ക്വയർ 7ന്റെ സ്ക്വയറിന് വരും. അങ്ങനെ ഈ റേഡിയസ് എന്ന് പറയുന്നത് എത്ര വരും? നമുക്ക് 7 സെന്റിമീറ്റർ എന്ന് വരും. പക്ഷെ ചോദിക്കുന്ന റേഡിയസ് അല്ല, ചോദിക്കുന്ന സർക്കംഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇനി സർക്കംഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ സർക്കംഫറൻസ് എന്ന് പറയുമ്പോഴത്തേന്ന് നമുക്കറിയാം 2πr. 2πr അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് 7. അപ്പം അങ്ങനെ ഈ 7ഉം 7ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു 22 44 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ വരും. 44 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ വരും. ഓപ്ഷൻ എ 44 സെന്റിമീറ്റർ. അതാണ് നമ്മുടെ ആൻസർ. ഈസി അല്ലേ? സിമ്പിൾ ആയിട്ട് നമ്മൾ ആൻസേഴ്സ് എടുക്കുക. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. എ സർട്ടൈൻ സം ഓഫ് മണി വാസ് ഡിവൈഡഡ് അമോങ് 3 ഫ്രണ്ട്സ് രാജീവ്, കേവൽ ആൻഡ് അമിത് in the ratio 2:3:7. If Amit's share is 15 more than that of Keval, then what is the sum of money which was divided? നമ്മുടെ റേഷ്യോ പ്രൊപ്പോർഷൻ്റെ ഒരു ക്വസ്റ്റൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് അവിടെ രാജീവ് ഉണ്ട്, കേവൽ ഉണ്ട് ആൻഡ് അമിത് ഉണ്ട്. ഇവരുടെ ആ എമൗണ്ടിന്റെ റേഷ്യോ 2:3:7 എന്നാണ് തന്നേക്കുന്നത്. 2:3:7. ഇനി ഇവിടെ പറയുന്നത് ഇഫ് അമിത് ഷെയർ ഈസ് 15 മോർ ദാൻ കേവൽ എന്ന് പറഞ്ഞിട്ട് അമിത്തിന്റെ ഷെയറും കേവലിന്റെ ഷെയറും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇവിടെ 3ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര? 4 അല്ലേ? ആ 4 അല്ലെങ്കിൽ ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ മറ്റേനേക്കാളും 15 കൂടുതലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 15 രൂപ കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചിരിക്കുന്നത് എന്താ? അപ്പൊ 4 എന്ന് പറഞ്ഞാണ് 15. എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദ സം ഓഫ് മണി വിച്ച് വാസ് ഡിവൈഡഡ് എന്ന് പറഞ്ഞാൽ മൊത്തം ടോട്ടൽ എത്ര എന്നാ ചോദിച്ചിരുന്നത്. അപ്പൊ മൊത്തം ടോട്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ 7ഉം 3ഉം 2 കൂടി ആഡ് ചെയ്ത് എത്ര വരും? 12 വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ 12 എത്ര എന്നാ ചോദിക്കുന്നത്. നമ്മൾ 12 എത്ര എന്ന് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചാൽ അത് ആൻസർ വരും. അങ്ങനെ നമുക്കറിയാം 4 ഇൻറ്റു 3 ചെയ്യുമ്പോഴാണ് 12 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 15 ഇൻറ്റു അതേ 3 ചെയ്താൽ മതി. 15 ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് എത്ര വരും? 45 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ 45 എന്ന് വരും. 45. ഓപ്ഷനിലേക്ക് വരുമ്പം ഓപ്ഷൻ ബി ₹45 ആണ് നമ്മുടെ ആൻസർ. ₹45. സിമ്പിൾ ആയിട്ട് ആൻസർ വരുന്നുണ്ട്. ശരി, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. 3 friends arranged a party. Tanvir paid 2/3 as much as Yusuf paid. Yusuf paid 1/2 as much as Sachin paid. അപ്പോൾ നമുക്ക് അവിടെ റിലേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതാം. എന്താ പറയുന്നത്? തൻവീർ പേ ചെയ്ത് എന്ന് പറയുന്നത് 2/3 as much as യൂസഫ് paid. യൂസഫ് പേ ചെയ്തതിന്റെ 2/3 ആണ് തൻവീർ പേ ചെയ്തത്. അപ്പൊ അവിടെ നമുക്ക് റേഷ്യോ എടുക്കാൻ പറ്റും. തൻവീർ ബൈ യൂസഫ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2/3 എന്ന് വരും. ശരി, അത് അവിടെ ഇരിക്കട്ടെ. അതിന്റെ അടുത്ത് പറയണം യൂസഫ് പെയ്ഡ് 1/2 ആസ് മച്ച് ആസ് സച്ചിൻ. ഇപ്പൊ യൂസഫ് പേ ചെയ്യുന്നത് സച്ചിൻ പേ ചെയ്തതിന്റെ പകുതിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് റേഷ്യോ കിട്ടും. യൂസഫ് ബൈ സച്ചിൻ എന്ന് പറയുന്നത് എന്ത് വരും? 1/2 എന്ന് വരും. അപ്പൊ നമുക്ക് അവിടെ ആ റേഷ്യോസ് കിട്ടി. നമുക്ക് ഇനി റേഷ്യോ ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. നമ്മുടെ റേഷ്യോ പ്രൊപ്പോസിഷന്റെ റേഷ്യോസിനെ കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ പ്രോസസ്സ്. അപ്പൊ അതിനുവേണ്ടി ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? രണ്ടിലും കോമൺ ആണെന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ യൂസഫ് ഉണ്ട്, ഇവിടെ യൂസഫ് ഉണ്ട്. അപ്പൊ യൂസഫ് എവിടെ വരണം? നടുക്ക് വരണം. ബാക്കി രണ്ടുപേരും രണ്ട് സൈഡിലായിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ എടുത്തു പോകാം. അപ്പൊ യൂസഫിനെ നടുക്കെടുക്കണം. എന്നിട്ട് രണ്ടുപേരിലും കോമൺ പേഴ്സൺ യൂസഫ് ആണ്. അപ്പൊ യൂസഫിനെ നടുക്കെടുത്തു. ബാക്കി രണ്ടുപേരെ രണ്ട് സൈഡിൽ. ക്വസ്റ്റിൽ പറയുന്ന അതേ ഓർഡറിൽ എടുത്താൽ അത്രയും നല്ലതായിരിക്കും. അപ്പൊ തൻവീർ ആദ്യമേയും സച്ചിൻ ലാസ്റ്റിലും. നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. സച്ചിനെ അവസാന മുമ്പിലും എടുക്കാം, തൻവീറിനെ ലാസ്റ്റിലും എടുക്കാം. പക്ഷേ യൂസഫ് എന്തായാലും നടുക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ റേഷ്യോ ഒന്ന് കമ്പൈൻ ചെയ്യാം. തൻവീറുടെ 2 ആണ്, യൂസഫിന്റെ 3 ആണ്. ആൻഡ് യൂസഫിന്റെ 1 ആണ് ആൻഡ് സച്ചിന്റെ 2 ആണ്. സോ നമ്മൾ ഈ റേഷ്യോ ഒന്ന് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 ഇൻറ്റു 1 2, നമുക്ക് 1 ഇൻറ്റു 3 3 ആൻഡ് 3 ഇൻറ്റു 2 നമുക്ക് 6. അപ്പൊ നമുക്ക് അവിടെ റേഷ്യോ കിട്ടി. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ബൈ യൂസഫ് വാസ്. യൂസഫിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിനെ റേഷ്യോ ആക്കി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആക്കി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഫ്രാക്ഷൻ ആക്കി പറയാം. അപ്പൊ അതെന്ന് പറയുന്നത് സിമ്പിൾ ആണ്. നമുക്കിപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ യൂസഫിന്റെ എടുക്കുകയാണെങ്കിൽ യൂസഫിന്റെ മൊത്തം അവിടുത്തെ ഒരു എമൗണ്ട് എത്രയാണ്? 3 + 2 + 6 6 3 2 11. പക്ഷെ അതിൽ യൂസഫ് എത്ര മാത്രമാണ്? 3 മാത്രം. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് വരും? 11ൽ 3 ആണ് യൂസഫിന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ യൂസഫിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് മൊത്തം 11, അതിലെ 3 ആണ് യൂസഫിന്റെ എക്സ്പെൻസ്. ബാക്കിയുള്ളത് പേ ചെയ്ത് തൻവീറും സച്ചിനും ആണ് പേ ചെയ്തത്. ഈ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി 3/11 ആണ് നമ്മുടെ ആൻസർ. എനിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആൻസർ വരുന്നുണ്ട് 3/11. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്തൊരു ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റൻ ആണ്. അതെ, അപ്പോൾ അനിൽ ആൻഡ് ബൽബീർ ക്യാൻ ഫിനിഷ് എ ടാസ്ക് ഇൻ 3 days.
They started working together, but after 2 days, Anil got injured. Balbir took 2 more days to finish the work. In how many days can Balbir alone finish the same task? ഇപ്പോൾ അനിലും ബൽബീറും കൂടിയാണ് ഒരു വർക്ക് ഒരുമിച്ച് 3 ദിവസം കൊണ്ട് തീർക്കുന്നത്. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങി. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അനിൽ ഇഞ്ചുറായി. അതുകൊണ്ട് തന്നെ ആ വർക്ക് അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്തത് ബൽബീർ ഒറ്റയ്ക്കാണ് തീർത്തത്. പക്ഷെ ബൽബീറിന് ആ ബാക്കി വർക്ക് തീർക്കാൻ പിന്നെയും 2 ദിവസം കൂടി എടുത്തു. ഓക്കെ, അപ്പോൾ അവർ രണ്ടുപേരും കൂടിയാണെങ്കിൽ 3 ദിവസം കൊണ്ട് തീർക്കേണ്ട വർക്ക് 2 ദിവസം കഴിഞ്ഞു. പിന്നെ 1 ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ വർക്ക് തീർന്നേനെ. പക്ഷെ അനിൽ അവിടെ ഇഞ്ചുർ ആയ കാരണം പിന്നെ ബാക്കിയുള്ള വർക്ക് ബൽബീറാ ചെയ്തത്. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ട വർക്ക് ബൽബീർ ഒറ്റയ്ക്ക് 2 ദിവസം കൊണ്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇരട്ടി സമയം. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരുടെ എഫിഷ്യൻസി എന്തായിരിക്കണം? ഇവർ ഒരുമിച്ച് 1 ദിവസം കൊണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ 2 ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ എഫിഷ്യൻസി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അവിടെ നിന്ന് തന്നെ നമുക്കത് മനസ്സിലായിക്കോളാം. ഓക്കെ, ശരി, നമുക്കത് എഴുതാം. പക്ഷെ സ്റ്റിൽ നമ്മൾ പറയുവാണ് നിങ്ങൾക്ക് അത് അവിടെ നിന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയാണ്. ഓക്കെ, ഇൻ ഹൗ മെനി ഡേയ്സ് ബൽബീർ അലോൺ ഫിനിഷ് ദ വർക്ക്? ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ അനിലും ബൽബീറും കൂടി ഒരുമിച്ച് ആ വർക്ക് അങ്ങ് തീർത്തിരുന്നെങ്കിൽ 2 ദിവസം വർക്ക് കഴിഞ്ഞു. ഇനി 1 ദിവസം കൂടി ആയിരുന്നെങ്കിൽ ആ വർക്ക് തീർന്നേനെ. പക്ഷെ ആ 1 ദിവസം കൊണ്ട് ചെയ്യേണ്ട വർക്ക് ബൽബീർ 2 ദിവസം കൊണ്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ എഫിഷ്യൻസി എന്താണ്? സെയിം ആണ്. അതുകൊണ്ടാണ് ഈ 1 ദിവസം കൊണ്ട് ചെയ്യേണ്ട വർക്ക് 2 ദിവസം കൊണ്ട് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തപ്പോൾ 2 ദിവസം എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെ എഫിഷ്യൻസി സെയിം ആണെങ്കിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് 3 ദിവസം കൊണ്ട് ചെയ്യുന്നെങ്കിൽ അവിടെ ചോദിക്കുന്ന ബൽബീർ ഒറ്റയ്ക്ക് മൊത്തം വർക്ക് തീർക്കാൻ എത്ര സമയം എടുക്കുന്നതാണ് ചോദിക്കുന്നത്. 1 ദിവസത്തെ വർക്ക് ബൽബീർ 2 ദിവസം കൊണ്ട് ചെയ്യുന്നെങ്കിൽ രണ്ടുപേരും കൂടി 3 ദിവസം കൊണ്ട് തീർക്കുന്ന വർക്ക് ബൽബീർ ഒറ്റയ്ക്ക് ചെയ്ത് എത്ര ദിവസം എടുക്കും? അതിന്റെ ഇരട്ടി ദിവസം എടുക്കും. ആൻസർ എന്ത് വരും? 6 വരും. നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങ് ആൻസർ മാർക്ക് ചെയ്യാന്നുള്ളൂ. പെന്നും പേപ്പറുടെ ആവശ്യമൊന്നും ഇല്ല. മനസ്സിലായല്ലേ? ഇനി നിങ്ങൾ നല്ലപോലെ മനസ്സിലാവാൻ ഞാൻ ഒന്ന് എഴുതി പോവാം. ഓക്കെ, അനിലും ബൽബീർ കൂടി ഈ ഒരു വർക്ക് ഒരുമിച്ച് ചെയ്യുന്നത് 3 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, 3 days കൊണ്ടാണ് അവർ ഒരുമിച്ച് ചെയ്യുന്നത്. 3 days കൊണ്ട്. പക്ഷെ ഇപ്പൊ അവർ വർക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇതേപോലെ അനിലും ബൽബീറും കൂടി 2 ദിവസം വർക്ക് ചെയ്തു. 2 days വർക്ക് ചെയ്തപ്പോഴാണ് ആൾ ഇഞ്ചുർ ആയി പോയത്. അപ്പൊ ഇഞ്ചുർ ആയെങ്കിൽ ഇനി ശരിക്കും ഇവർ രണ്ടുപേരും കൂടി തന്നെ ആ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇനി എത്ര ദിവസം ചെയ്യാനുള്ള വർക്ക് ഉണ്ടായിരുന്നു? അനിലും ബൽബീറും കൂടി 1 ദിവസം കൊണ്ട് 1 ദിവസം കൂടി ചെയ്തെങ്കിൽ ആ വർക്ക് തീർന്നേനെ. എന്ന് പറഞ്ഞാൽ അവരുടെ എഫിഷ്യൻസി ഇൻറ്റു അവരുടെ ടൈം 1 ദിവസം. പക്ഷെ ഇതേ വർക്കാണ് ഇപ്പൊ ആര് ചെയ്യുന്നത്? ബൽബീർ ഒറ്റയ്ക്ക് 2 ദിവസം കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ബൽബീറുടെ എഫിഷ്യൻസി ഇൻറ്റു ബൽബീറുടെ ടൈം. അപ്പൊ അവിടെ നമ്മൾ അതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ ബി ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കവിടെ എ പ്ലസ് ബി ഈക്വൽ ടു 2b. ആ ബി ഇപ്പുറത്ത് കൊണ്ടുവന്ന് നമ്മൾ ഈ 2b നിന്ന് മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? എ ഈക്വൽ ടു ബി എന്ന് കിട്ടും. അപ്പൊ അവിടെ നമുക്ക് എന്ത് മനസ്സിലാവും? ഇവർ രണ്ടുപേരുടെ എഫിഷ്യൻസി സെയിം ആണെന്ന് മനസ്സിലാവും. അതാണെങ്കിൽ പിന്നെ വളരെ സിമ്പിളാ. നമ്മളെ എയും ബിയും കൂടി ഒരുമിച്ച് 3 ദിവസമാണ് എടുക്കുന്നതെങ്കിൽ 3 days ആണ് എടുക്കുന്നതെങ്കിൽ അതിലെ എ ഒറ്റയ്ക്ക് എത്ര ദിവസം എടുക്കും? അതിന്റെ ഇരട്ടി ദിവസം എടുക്കും, 6 ദിവസം എടുക്കും. അതുപോലെ ബി ഒറ്റയ്ക്കാണെങ്കിലും എത്ര ദിവസം എടുക്കും? 6 ദിവസം എടുക്കും. രണ്ടുപേരുടെ എഫിഷ്യൻസി സെയിം ആണെങ്കിൽ ഇരട്ടി ദിവസം എടുക്കും. ഒറ്റയ്ക്ക് ചെയ്താൽ ഒരുമിച്ച് ചെയ്താൽ 3 ദിവസം ആണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്താൽ ഇരട്ടി ദിവസം 6 ദിവസം എടുക്കും. ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിൽ അപ്പോൾ അങ്ങനെ ആൻസർ എത്ര വരും? 6 എന്ന് വരും. അത്രേ ഉള്ളൂ. മനസ്സിലായല്ലേ? അപ്പൊ അതൊന്നും എഴുതാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. വാല്യൂസ് സിമ്പിൾ ആയതുകൊണ്ട് വാല്യൂസ് കുറച്ചുകൂടി പാടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി എഴുതേണ്ടി വന്നേനെ. പക്ഷെ ഈ വാല്യൂസ് ഒക്കെ ഈസി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനും കൂടി പറ്റും, എഴുതാതെ എടുക്കാൻ പറ്റും. പക്ഷെ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ്ലി ഇതൊരു പാർഷ്യൽ വർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഇപ്പൊ ഈ പാർഷ്യൽ വർക്കിന്റെ ക്വസ്റ്റനെ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു കാണപ്പാട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എന്തായിരിക്കും? അത്ര എളുപ്പമായിരിക്കത്തില്ല. ഓക്കെ അല്ലേ? അപ്പൊ ആ രീതിയിൽ നമ്മളത് നോക്കി എടുത്ത് പോകണം. ഓക്കെ അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്ത ദിവസം വീണ്ടും ഒരു ടൈം വർക്കിന്റെ തന്നെ ക്വസ്റ്റൻ ആണ്. ആൻഡ് കുറച്ചുകൂടി സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അമർജീത് സിംഗ്. ഇപ്പൊ അമറിന് എടുക്കാൻ നമുക്ക് തൽക്കാലത്തേക്ക് വലിയൊരു പേര് വേണ്ട. അമർ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 5 days. അമർ ഒറ്റയ്ക്ക് ഒരു വർക്ക് 5 ദിവസം കൊണ്ട് ചെയ്യും. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഹിസ് സൺ. അങ്ങനെയാണെങ്കിൽ അമറിന്റെ മോനും കൂടി വർക്ക് ചെയ്യുവാണെങ്കിൽ ഹി ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 3 days. ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് വർക്ക് തരും. ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ ദ സൺ ഇൻഡിപെൻഡന്റ്ലി കംപ്ലീറ്റ് ദ വർക്ക്? അപ്പം സൺ ഒറ്റയ്ക്ക് ഈ ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ടൈം തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ വർക്ക് കണ്ടുപിടിക്കുക. ഇവിടെ എൽസിയം എടുക്കുകയാണെങ്കിൽ 15 എന്ന് വരും. അതാണ് ഇവിടെ വർക്ക് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എഫിഷ്യൻസി എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം 3 × 5 ആണ് 15. എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണ് വർക്ക്. സോ 3 × 5 ആണ് 15. 5 × 3 ആണ് 15. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിയേ, നമ്മുടെ അമറുടെ മാത്രം എഫിഷ്യൻസി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ആണ്. അമറും സണ്ണും കൂടി 5 ആണ്. അങ്ങനെയാണെങ്കിൽ സണ്ണിന്റെ എത്ര ആയിരിക്കും? 2 ആയിരിക്കട്ടെ, എന്നാലല്ലേ 5 വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ സണ്ണിന്റെ എഫിഷ്യൻസി എത്ര വരും? 2 വരും. അങ്ങനെയാണെങ്കിൽ സൺ എത്ര ദിവസമായിരിക്കും ജോലി തീർക്കുന്നത്? 2 × എന്ത് ചെയ്യുമ്പോഴാണ് 15 വരുന്നത്? 2 × 7 ചെയ്യുമ്പോഴല്ലേ 15 വരുന്നത്? ആൻസർ എന്ത് വരണം? 7.5 വരണം. ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതാം. ടൈം ടേക്കൻ ബൈ സൺ ഓഫ് അമർ ടു കംപ്ലീറ്റ് ദ വർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് സൺ. അങ്ങനെയാണെങ്കിൽ മൊത്തം വർക്ക് 15, സണ്ണിന്റെ എഫിഷ്യൻസി 2. സോ 15ന്റെ പകുതി 7 1/2. ഓപ്ഷൻ നമുക്ക് അങ്ങനെ തന്നിരിക്കുന്നത്. സോ 7 1/2 ഡേയ്സ് എന്ന് നമുക്ക് ആൻസർ വരും. 7 1/2 ഡേയ്സ്.
സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി 7/1/2 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? ഈസി ആയിട്ട് തന്നെ നമുക്ക് ആൻസർ വരുന്നുണ്ട് 7/1/2. അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്തൊരു പൈപ്സ് ആൻഡ് സിസ്റ്റത്തിന്റെ ക്വസ്റ്റൻ ആണ്. നമുക്ക് ഇത് അതേപോലെ തന്നെ ഹാൻഡിൽ ചെയ്യാം. എ ടാങ്ക് ഹാസ് 2 ഇൻലെറ്റ്സ് എ ആൻഡ് ബി. രണ്ട് നിറയ്ക്കുന്ന പൈപ്പ് ഉണ്ട്, എയും ബിയും, വിച്ച് ക്യാൻ ഫിൽ ഇറ്റ് ഇൻ 15 hours and 20 hours. 15 മണിക്കൂറും 20 മണിക്കൂറും കൊണ്ടാണ് ആ പൈപ്പുകൾ ഒറ്റയ്ക്ക് ടാങ്ക് നിറയ്ക്കുന്നത്. ആൻഡ് ഔട്ട്ലെറ്റ് സി, സി ഒരു ഔട്ട്ലെറ്റ് പൈപ്പ്, അപ്പോൾ നമുക്ക് അതിന് നെഗറ്റീവ് കൊടുക്കാം, എഫിഷ്യൻസി നെഗറ്റീവ് ആയിരിക്കും. ക്യാൻ എംറ്റി ദി ടാങ്ക് ഇൻ 12 hours. അപ്പോൾ ഒറ്റയ്ക്ക് ടാങ്ക് മൊത്തം എംറ്റി ആക്കാൻ 12 മണിക്കൂർ എടുക്കും. അപ്പോൾ ആദ്യമേ നമുക്ക് ആ ടൈമൊക്കെ ഒന്ന് കണ്ടുപിടിച്ച്, ടൈമൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് അവിടെ എന്താ ചോദിക്കുന്നത്? ഇഫ് എ ബി ആൻഡ് സി ആർ ഓപ്പൺഡ് ടുഗദർ വെൻ ദി ടാങ്ക് ഈസ് എംറ്റി, ദെൻ ഇൻ ഹൗ മെനി ഹവേഴ്സ് വിൽ ദ ടാങ്ക് ഈസ് ഫിൽഡ്. അപ്പോൾ ടാങ്ക് കംപ്ലീറ്റ്ലി എംറ്റിയാ, എത്ര സമയം എടുക്കുക ടാങ്ക് നിറയാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യമേ ആസ് യൂഷ്വൽ വർക്ക് എടുക്കുക. അപ്പോൾ 15ഉം 20ഉം 12 ഒരേപോലെ പോകുന്നൊരു വാല്യൂ ആണ് 60 എന്ന് പറയുന്നത്. അപ്പോൾ 60 എടുക്കാം. ഇനി അവിടെ എഫിഷ്യൻസിയിലേക്ക് പോവാം. സോ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ് വർക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 × 15 ആണ് 60, 3 × 20 ആണ് 60, ആൻഡ് 5 × 12 ആണ് 60. ഇവിടെ മൈനസ് വരും. സോ ടോട്ടൽ എഫിഷ്യൻസി എടുക്കുകയാണെങ്കിൽ നമുക്ക് 7 - 5 2 എന്ന് വരും. ഇനി ചോദിക്കുന്നത് ഇവർ എല്ലാം കൂടി ഒരുമിച്ച് തുറന്നിട്ടാൽ ഇത് എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോറി. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈം എന്ന് പറയുന്നത്, ഇവർ ഒരുമിച്ച് നിറയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് വർക്ക് ബൈ എഫിഷ്യൻസി. ഇപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്ര? 60. ആൻഡ് ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 2. അപ്പോൾ 60/2 നമുക്ക് എത്ര എടുക്കും? 30 മണിക്കൂറിന് എടുക്കും. അപ്പോൾ ഹവേഴ്സ് ആണ് തന്നിരിക്കുന്നത്. സോ 30 hours ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. 30 hours, 30 മണിക്കൂർ. സോ ഓപ്ഷൻ ബി 30 hours ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? ഈസി ആയിട്ട് തന്നെ നമുക്ക് ആൻസർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം ആൻഡ് വർക്കിന് 2 ക്വസ്റ്റ്യൻ ചെയ്തു, പൈപ്സ് ആൻഡ് സിസ്റ്റത്തിന്റെ 1 ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി അടുത്ത നമുക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതും നമ്മുടെ ഒരു റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം. അതും ട്രെയിനിന്റെ ക്വസ്റ്റ്യൻ ആണ്. ട്രെയിൻ എ റണ്ണിംഗ് അറ്റ് ദ സ്പീഡ് ഓഫ് 80 km/h ക്രോസ്ഡ് ട്രെയിൻ ബി റണ്ണിംഗ് അറ്റ് ദ സ്പീഡ് ഓഫ് 70 km/h ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഒരു ട്രെയിനിന്റെ സ്പീഡ് 80 km/h ആണ്, ആൻഡ് രണ്ടാമത്തെ ട്രെയിനിന്റെ സ്പീഡ് 70 km/h ആണ്. ആൻഡ് അവരുടെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്തായാലും വരും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് പോകുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ 2 സ്പീഡ് കൂടി എന്താവണം? ആഡ് ആവണം. ഓക്കെ, നമ്മുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോഴത്തേന്ന് നമുക്ക് 2 സ്പീഡ് കൂടി ആഡ് ആണ്. അപ്പോൾ നമുക്ക് പിന്നെ ആഡ് ചെയ്താൽ മതി. പക്ഷേ കൺസെപ്റ്റ് അറിയാൻ വേണ്ടി മാത്രം S1 + S2 എന്ന് നമുക്കായിരിക്കും വരുന്നത്. എന്ന് പറഞ്ഞാൽ 2 കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്കറിയാം 150 എന്ന് വരും, 150 km/h. ശരി, അതവിടെ ഇരിക്കട്ടെ. ഇനി ബാക്കി എന്താ പറഞ്ഞേക്കുന്നത്? ബോട്ട് ട്രെയിൻ ക്രോസ് ഈച്ച് അതർ ഇൻ 30 seconds. അപ്പോൾ 2 ട്രെയിനും തമ്മിൽ ക്രോസ് ചെയ്യാൻ 30 സെക്കൻഡ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 30 seconds. ഇഫ് ദ ലെങ്ത് ഓഫ് ട്രെയിൻ എ ഇസ് 300 മീറ്റർ. അപ്പോൾ ആദ്യത്തെ ട്രെയിനിന്റെ നീളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രെയിൻ എയുടെ നീളം എന്ന് പറയുന്നത് 300 മീറ്റർ ആണെന്നാണ് കൊടുത്തേക്കുന്നത്. ദെൻ ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ ബി. അപ്പോൾ രണ്ടാമത്തെ ട്രെയിനിന്റെ ലെന്ത് ആണ് കണ്ടുപിടിക്കുന്നത്. ബാക്കി എല്ലാം തന്നിട്ടുണ്ട് അവർ. വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ റിലേഷൻ ആദ്യം ഒന്ന് എഴുതാം. റിലേഷൻ എന്തായിരിക്കും? നമ്മുടെ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ എ പ്ലസ് ലെങ്ത് ഓഫ് ട്രെയിൻ ബി ബൈ അവരുടെ റിലേറ്റീവ് സ്പീഡ്. റിലേറ്റീവ് സ്പീഡ് 2 സ്പീഡ് കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എല്ലാ വാല്യൂ കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എല്ലാ വാല്യൂ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സമയം 30 ആണ്, ഈക്വൽ ടു നമുക്ക് ട്രെയിനിന്റെ ലെന്ത് ഒരെണ്ണം 300 ആണ്, മറ്റേ നമുക്ക് അറിയത്തില്ല, നമുക്ക് അത് തൽക്കാലം LB എന്ന് തന്നെ എഴുതാം. ഡിവൈഡ് ബൈ നമുക്ക് ആ സ്പീഡ് 150, റിലേറ്റീവ് സ്പീഡ് 150. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് മീറ്ററിലാണ്, ഇത് സെക്കൻഡിലാണ്. സോ ഈ 150 km/h. അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് കൂടി ചെയ്യണം? 5/18 കൂടി ചെയ്യണം. അപ്പോൾ 5 താഴെ 18 അതിന്റെ താഴെ, പക്ഷെ അത് കറങ്ങി അവിടെ വരും, മേളിൽ വരും. സോ 8. ഇനി അതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് അതൊന്ന് സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ ഒന്ന് എടുക്കാൻ ട്രൈ ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം ഇതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഈ 3ഉം ഈ 18ഉം വെട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 6 വരും. ഇനി വേറെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത്? നമുക്കിവിടെ 6ഉം ഈ താഴത്തെ 15ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 6നെ 3 വെച്ച് ക്യാൻസൽ ചെയ്താൽ 2 15നെ 3 വെച്ച് ക്യാൻസൽ ചെയ്താൽ 5 വരും. സോ ഈ 5ഉം ഇതെല്ലാം കൂടി നമുക്ക് ഇനി ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. ഈ 2ഉം ഇവിടുത്തെ 10 കൂടി ക്യാൻസൽ ചെയ്താൽ അവിടെ 5 വരും. അപ്പോൾ ആ 2 കൂടി അങ്ങ് പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 5ഉം ഇവിടെ ഒരു 5ഉം 3 5 കൂടി ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 125 വരും. പിന്നെ അതുകൂടാതെ ഇവിടെ 5 അല്ല 50 ആണ്. സോ ഒരു 0 കൂടി വരും. ഈക്വൽ ടു നമുക്ക് ഇനി ഇപ്പുറത്ത് എന്തേ ഉള്ളൂ? ഒരു 300 + LB മാത്രമേ ഉള്ളൂ. 300 ഇപ്പുറത്ത് കൊണ്ടുവന്ന് നമ്മളൊന്ന് മൈനസ് ചെയ്ത ആൻസറും വരും. അപ്പോൾ LB ഈക്വൽ ടു നമ്മുടെ 1250 നിന്ന് നമ്മൾ ആ ഒരു 300 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 950 മീറ്റർ എന്ന ആൻസർ വരും. സോ അങ്ങനെ രണ്ടാമത്തെ ട്രെയിനിന്റെ ലെന്ത് ഓപ്ഷൻ സി 950 മീറ്റർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 950 മീറ്റർ.
ഈസി ആയിട്ട് തന്നെ നമുക്ക് ആൻസർ വരുന്നുണ്ട്. ആൻഡ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. ഇനി അതിനേക്കാളും ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിനിലേക്ക് കൂടി നമുക്ക് പോകാം. നമ്മുടെ ഈ സെഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടിയാണിത്. നമ്മൾ ഓൾമോസ്റ്റ് 18 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു ഈ സെഷനിൽ ഇപ്പം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഒരുപാട് റെയിൽവേയുടെ മിക്കവാറും എല്ലാ എക്സാമിലും വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഏതാ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഡ്രൈവിംഗ് എ കാർ അറ്റ് എ സ്പീഡ് ഓഫ് 30 km/h, വിനോദ് റീച്ചസ് ഹിസ് ഓഫീസ് 5 minutes ലേറ്റ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു സ്പീഡിൽ പോകുമ്പം 30 km/h സ്പീഡിൽ പോകുമ്പം ആൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ 5 മിനിറ്റ് ലേറ്റ് ആവുന്നുണ്ട്. 5 minutes ലേറ്റ്. നമ്മളിത് പലതവണ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ആൻഡ് ഈ വട്ടം നമുക്ക് അത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാം. എന്നാൽ നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ സെഷൻസ് കാണാത്തൊരു ഉറപ്പായിട്ടും കണ്ടു നോക്കാം. ഓക്കെ. ആൻഡ് ഇഫ് ഹിസ് സ്പീഡ് ഈസ് 40 km/h, ആളുടെ സ്പീഡ് 40 km/h ആണെങ്കിൽ ഈ റീച്ചസ് ദ ഓഫീസ് 3 minutes early. ആൾ 3 മിനിറ്റ് നേരത്തെ എടുത്തു. 3 മിനിറ്റ് എയർലി. ഇപ്പം നമുക്കറിയാം നമ്മൾ ഒരുപാട് വട്ടം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് എടുക്കേണ്ട രീതി എങ്ങനെയാണ്, നമ്മുടെ ചോദിച്ചേക്കുന്നത് എന്താ, എപ്പോഴും ചോദിക്കുന്ന ആളുടെ വീട്ടിൽ നിന്ന് ഓഫീസ് വരെയുള്ള ഡിസ്റ്റൻസ് എന്താ എന്നുള്ളതായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോഴും അവിടെ ചോദിക്കുന്നത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഹി ട്രാവൽ ബിറ്റ്വീൻ ഹിസ് റെസിഡൻസ് ആൻഡ് ഹിസ് ഓഫീസ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല നമ്മൾ നേരത്തെ ആ ഷോർട്ട് കട്ട് ഫോർമുല ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. S1 × S2 ബൈ S1 - S2, അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള ഡിഫറൻസ് ഇൻറ്റു ടൈമിന്റെ ഡിഫറൻസ്, TD, ടൈമിന്റെ ഡിഫറൻസ് എല്ലാം കൂടി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ആദ്യമേ S1 × S2 എന്ന് ഞാൻ 30 × 40. പിന്നെ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10 ഇൻറ്റു ടൈമിന്റെ ഡിഫറൻസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലേറ്റും എയർലിയും രണ്ടും ഓപ്പോസിറ്റ് ആണെങ്കിൽ എടുത്ത് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. 5ഉം 3ഉം കൂടി ആഡ് ചെയ്ത് എത്ര വരും? 8 മിനിറ്റ് എന്ന് വരും. പക്ഷെ ഇതൊക്കെ km/h ആണ്. ഇത് 8 മിനിറ്റ് ആയതുകൊണ്ട് അതിനെ ഹവറിലാക്കാൻ എന്ത് ചെയ്യണം? ബൈ 60 കൂടി ചെയ്യണം. അത്രേ ഉള്ളൂ. ഇനി അതൊന്ന് കട്ട് ചെയ്ത് ആൻസർ വരും. നമ്മൾ പലതവണ നേരത്തെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ്. പിന്നെ നമുക്ക് ഇനി കട്ട് ചെയ്ത് ആൻസർ എടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 60 എന്ന് പറഞ്ഞാൽ 30 × 2 ആണ് 60 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ 30 വെട്ടി 2 വെട്ടി. ഇനി ഈ ഒരു 0 കൂടി അങ്ങ് വെട്ടിയേക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ ബാക്കിയുള്ള 4 × 4 16. നോക്കിയേ എത്ര പെട്ടെന്ന് ആൻസർ വരുന്നത്. ആ ഫോർമുല അറിയാവുന്ന ഫോർമുല എഴുതുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ ശരിക്കുള്ള സ്റ്റെപ്പ് എത്രയേ ഉള്ളൂ? ഇതാണ് ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. വളരെ ഇമ്പോർട്ടന്റും വളരെ ഫ്രീക്വന്റ്, ദ മോസ്റ്റ് ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻ ഫ്രം ടൈം ആൻഡ് ഡിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു സ്പീഡിൽ പോകുമ്പോൾ ഒരാള് ലേറ്റ് ആവുകയോ എയർലി എത്തുകയോ ചെയ്യും. രണ്ടാമത്തെ സ്പീഡിൽ പോകുമ്പോൾ അതേപോലെ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ആളുടെ വീട്ടിൽ നിന്ന് ആ പോകുന്ന വരെയുള്ള ദൂരം എന്താണെന്നായിരിക്കും ചോദിക്കുന്നത്. യൂഷ്വലി 2 കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്ത് ഇക്വേറ്റ് ചെയ്താണ് ആൻസർ എടുക്കുന്നത്. പക്ഷേ അതിന് പകരം ഈ ഒരു ഫോർമുല യൂസ് ചെയ്താൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ എടുക്കും. ആൻഡ് ഇവിടെയും വരുന്നത് 2 ലേറ്റ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ 2 കൂടി മൈനസ് ചെയ്യണം. 2 എയർലി ആണെങ്കിൽ അതും തമ്മിൽ മൈനസ് ചെയ്യണം. പക്ഷേ ഒരെണ്ണം ലേറ്റ് ഒരെണ്ണം എയർലി ആണെങ്കിൽ നിങ്ങൾ 2 കൂടി എടുത്ത് എന്ത് ചെയ്താൽ മതി, അങ്ങ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് നമ്മൾ അവിടെ ചെയ്തത്. 5ഉം 3ഉം കൂടി ആഡ് ചെയ്ത് 8 എന്ന് പറഞ്ഞ് എടുത്തത്. ഒരെണ്ണം ലേറ്റും ഒരെണ്ണം എയർലിയും ആണ്. ഓക്കെ, അപ്പൊ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മളിപ്പോ പറഞ്ഞത് മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അത്രയും പെട്ടെന്ന് ആൻസർ വരും. നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പ് ആൻസർ വരും. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മുടെ ഈ RRB NTPCയുടെ അഗെയിൻ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 18 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതേപോലെ നമ്മൾ ഇതിന് മുമ്പ് 5 സെഷൻസ് ആണ് പോയിട്ടുള്ളത്. അപ്പം അവിടെയും നമ്മൾ ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നേരത്തെ സെഷൻസ് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് വരുന്നവർക്ക് ആ ഒരു ഇംപ്രൂവ്മെന്റ് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് അത് ഇമ്പ്രൂവ് ആകുന്നെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ ഇൻഫോം ചെയ്യുക നിങ്ങളുടെ കമന്റ്സ് വഴി. അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മുമ്പോട്ട് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാൻ അത് ഒരു മോട്ടിവേഷൻ ആയിരിക്കും. സോ നിങ്ങൾക്കത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ, ഏതെങ്കിലും പുതിയ ഫോമുല പഠിക്കാൻ പറ്റിയെങ്കിൽ, ഈ ഒരു സെഷൻ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് എന്നെ കമന്റ് വഴി അറിയിക്കുക. ഓക്കെ, അത് എനിക്കും കൂടുതൽ മോട്ടിവേഷൻ ആയിരിക്കും ഇതുപോലത്തെ കൂടുതൽ സെഷൻസ് ചെയ്യാൻ വേണ്ടി. ആൻഡ് വരാൻ പോകുന്ന എക്സാംസിന് വേണ്ടി നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏത് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഓക്കെ, നിങ്ങൾ ഈ ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുക. എസ്പെഷ്യലി റെയിൽവേയുടെ ഏത് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും, JEE പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും, NTPC നോക്കുന്നവരാണെങ്കിൽ, ഗ്രൂപ്പ് D, ALP, RPF ഏത് നോക്കുന്നവരാണെങ്കിലും ഇത് ഉറപ്പായിട്ടും ഈ ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സും ചിലപ്പോൾ ഇത് അറിയത്തില്ലായിരിക്കും. അവർ ടെക്നിക്കൽ എക്സാം മാത്രമേ നോക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ടെക്നിക്കൽ ക്വസ്റ്റൻസ് ആയിരിക്കും നോക്കുന്നത്, അതിൽ ചോദിച്ചുള്ള ക്വസ്റ്റൻസ് മാത്രമേ നോക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നോൺ ടെക്നിക്കൽ നോക്കുന്നവരാണെങ്കിൽ, ഓക്കെ, കൂടുതൽ ആൾക്കാർ നോൺ ടെക്നിക്കൽ ആയിരിക്കും നോക്കുന്നത്, ടെക്നിക്കൽ നോക്കുന്നത് കുറവായിരിക്കും. പക്ഷെ അവർക്ക് ഇതിന്റെ ഐഡിയ ഉണ്ടായിരിക്കത്തില്ല. അവർ കൂടുതലും ടെക്നിക്കൽ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ALP ചെയ്യുന്നവർക്കും JEE ജൂനിയർ എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻ ഒക്കെ പഠിക്കുന്നവർക്കും നിങ്ങൾ ഉറപ്പായിട്ട് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും, അവരുടെ എക്സാമിന് വേണ്ടി, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി. ഓക്കെ, അപ്പോൾ എക്സാംസിന്റെ ഡേറ്റ്സ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. മേ ബി ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ വന്നിട്ടും ഉണ്ടായിരിക്കും മേ ബി. അപ്പോൾ നിങ്ങൾക്കത് മിസ്സാവല്ല. അപ്പോൾ നിങ്ങൾ നല്ലപോലെ എക്സാംസ് എഴുതാൻ പറ്റണം. നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വരുന്ന എക്സാംസ് നല്ലപോലെ ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ, നല്ല മാർക്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് കൂടി ഞാൻ വിഷ് ചെയ്യുന്നു. നമുക്ക് അടുത്ത ആഴ്ചയും ഇതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് ആയിട്ട്, ബാക്കി റിമൈനിങ് NTPCയുടെ ക്വസ്റ്റൻസ് ആയിട്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും.